കഴിഞ്ഞ ദിവസത്തെ നമ്മൾ 45 ക്വസ്റ്റ്യൻ വരെ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി 46 തൊട്ട് 60 വരെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 46ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരുടെ കയ്യിൽ ബുക്കും പേനയും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. യെസ്, ഓക്കെ. നോക്കിയേ, ഒരേ വലിപ്പമുള്ള രണ്ട് സമചതുരങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ചേർത്ത് വച്ചിരിക്കുന്നു. കറുപ്പിച്ച സമചതുരത്തിൻ്റെ പരപ്പളവ് വലിയ സമചതുരങ്ങൾ ഓരോന്നിൻ്റെയും 1/9 ഭാഗമാണ്. അതിൻ്റെ പരപ്പളവ് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ചിത്രത്തിൻ്റെ ആകെ പരപ്പളവ് എത്രയാണ്? അതായത് ഈ ഇരിക്കുന്ന ഒന്നാമത്തെ സ്ക്വയറും രണ്ടാമത്തെ സ്ക്വയറും രണ്ടും തുല്യ സമചതുരമാണ് അല്ലേ, ഒരേ വലിപ്പമുള്ള രണ്ട് സമചതുരങ്ങളാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, രണ്ടാമത്തെ സമചതുരം ഒന്നാമത്തെ സമചതുരത്തിൻ്റെ ഒരു ഭാഗം കവറായിട്ടാണ് നിൽക്കുന്നത്. ഉണ്ട്, ഈ ഒരു ഭാഗം കവറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പരപ്പളവ് വന്നിട്ടുണ്ട്. എത്രയാണ്? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ, 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉള്ള ഏരിയയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. രണ്ടെണ്ണത്തിനും കൂടി ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 9 ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിനെയും 9ൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, ഒരു 2 സ്ക്വയർ കയറ്റി വെച്ചപ്പോൾ ഇവിടെ ഒരു കൊച്ചു സ്ക്വയർ വന്നില്ലേ. ഇതിങ്ങോട്ട് നീട്ടി വരച്ചാൽ ഇവിടെ എത്ര എണ്ണം കൂടി വരും? 2 എണ്ണം കൂടി വരും, ഇതേമാതിരി അല്ലേ. ഇങ്ങോട്ട് നീട്ടി വരച്ചാലോ ഇവിടെയും 2 എണ്ണം ഇതേമാതിരി വരും. തൊട്ട് മുകളിൽ അല്ലേ, ഇവിടെ വെച്ച് കട്ടായാൽ ഇങ്ങനെ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ആകെ മൊത്തം 9 ചെറിയ സ്ക്വയറുകളാണ് എവിടെയുള്ളത്? ഒരു സമചതുരത്തിനകത്ത് വരുന്നത്. ഇവിടെ അതേപടി തന്നെ അല്ലേ, ഇങ്ങനെ കട്ട് ചെയ്താൽ ആകെ മൊത്തം 9 സമചതുരം നമുക്ക് കിട്ടും. ഇവിടെ തന്നെ നോക്കി, 1 2 3 4 5 6 7 8 9 അല്ലേ, അവരുടെ 9 കിട്ടി. താഴെയാണേലോ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ ഏരിയ വരുമ്പോൾ അത് രണ്ടുമായിട്ട് ഓവർറൈറ്റ് ചെയ്യണമെന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 9 കഴിഞ്ഞിട്ട് ഇത് 10, ഇത് 11, ഇത് 12, 13, 14, 15, 16, 17 ചെറിയ സ്ക്വയർ കിട്ടി അല്ലേ. 17 ചെറിയ സ്ക്വയറാണ് നമുക്ക് കിട്ടിയത്. ഒരു സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം അല്ലേ. ഇതിൽ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? 9 ചതുരശ്ര സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 17 എണ്ണത്തിന് തന്നെ വരും 17 ഗുണം 9. എത്രയാണ് 17 ഗുണം 9? നമുക്കറിയാം 9 ഗുണം 7 എത്രയാണ്? 9 7 യെസ്, ഹലോ കേൾക്കാവോ? ഹലോ 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 കേൾക്കാവോ? വിട്ടുപോയായിരുന്നു ഇടയ്ക്ക്. ഹലോ, ഇപ്പോൾ കേൾക്കാവോ? ഓക്കെ. അപ്പം നോക്കി, മൊത്തം 17 സ്ക്വയർ, അതൊക്കെ കേട്ടായിരുന്നോ? ഇടയ്ക്ക് വിട്ടുപോയിട്ട്. ഓക്കെ, മൊത്തം 17 സ്ക്വയർ നമുക്ക് കിട്ടും. കാരണം 18 എണ്ണം മൊത്തം വരേണ്ടത്. പക്ഷേ ഇതിൽ ഒരെണ്ണം എന്താണ്? ഓവർറൈറ്റായി കിടക്കുകയാണ്, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മൊത്തം 17 സ്ക്വയർ അല്ലേ. അപ്പോൾ 17 ഗുണം ഒരു സ്ക്വയറിൻ്റെ ഏരിയ നമുക്കുണ്ട്. എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 17 ഗുണം 9 നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് പോകാം. 9 ഗുണം 7 എത്രയാണ്? 9 7 63, 3 ഇഷ്ടം 6, 9 9, 9 6, 9 10, 5 15 വരും അല്ലേ. 153 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇത് രണ്ടിൻ്റെയും കൂടി ഏരിയ വരുന്നത്. 153 ഓപ്ഷനിലുണ്ടെങ്കിൽ കറപ്പിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. മനസ്സിലായോ? അപ്പോൾ ഓർത്തിരിക്കണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൻ്റെ ചെറിയ ഭാഗം ഉണ്ടോ, ഇതിൻ്റെ 1/9 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഭാഗം തന്നിട്ടുണ്ട് 3. നമ്മൾ എന്ത് ചെയ്തു? 2 സ്ക്വയറിനെയും അതേ വലുപ്പത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അതിൽ ഒരു സ്ക്വയറിന് നമുക്കറിയാം 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ മൊത്തം എത്ര സ്ക്വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ 9 കൊണ്ട് ഗുണിച്ചു. നമുക്ക് ഉത്തരം കിട്ടി 153 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് എളുപ്പമുള്ള മാർഗം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം,
ഒരെണ്ണം 9 സോ ഒരെണ്ണത്തിൻ്റെ 9 ഗുണം 9 a ഇൻറ്റു 8 ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 9 ആണെങ്കിൽ നമുക്കറിയാമല്ലോ 3 ഗുണം 3 വരണം അല്ലേ. അപ്പോൾ 9 ഗുണം 9 ഒരിടത്ത് വരുമ്പോൾ 81, ഇവിടെയും കിട്ടും 81 സ്ക്വയർ സെൻറ്റിമീറ്റർ കേട്ടോ. ഇത് വേറൊരു മെത്തേഡാണ് 81 സ്ക്വയർ സെൻറ്റിമീറ്റർ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇത് ഒരെണ്ണം ഓവർ റൈറ്റ് ഇവിടെ കണ്ടേ, ഒരെണ്ണത്തിൻ്റെ ഒരു മൂല കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ 81 + 81 ചെയ്യുക, എത്ര കിട്ടും നമുക്ക്? 1 1 2 8 8 16 162 കിട്ടും അല്ലേ. പക്ഷേ 162 അല്ല ഉത്തരം. കാരണം എന്താണ്? ഒരു 9 ഇതിൽ നിന്ന് കുറയ്ക്കണം അല്ലേ. ഇതിൽ നിന്ന് ഒരു 9 കൂടുതലായിട്ട് എക്സസ് ആയിട്ട് കിടക്കുക. 2 9 നമ്മൾ കൂട്ടി ഒരു 9 കുറച്ചാൽ മതി. ഇതിൽ നിന്ന് ഒരു 9 കുറച്ച് നോക്കിയേ എത്ര കിട്ടും നമുക്ക്? വീണ്ടും 12 9 പോയാൽ ഓക്കെ, 12 9 പോയാൽ 3 5 1 കണ്ടോ 153. ഈ ഒരു ഓപ്ഷനും അതിൻ്റെ അകത്ത് കാണും. 162 അതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി കാണും കണ്ടോ. നമ്മൾ തെറ്റിക്കാനായിട്ട് 162 അതിൻ്റെ അകത്തുണ്ട് കണ്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഇങ്ങനെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ എപ്പോഴും ഒരു ട്രിക്കിയുള്ളൊരു കാര്യം, നമ്മളൊന്ന് ചിന്തിക്കാനുള്ള കാര്യം എപ്പോഴും ഈ ക്വസ്റ്റിനകത്ത് ഉള്ളതാണ്. അതിൻ്റെ പാറ്റേൺ കേട്ടോ, കേട്ടിൻ്റെ ഒരു പാറ്റേണാണ്. അവസാനം കൊണ്ട് തെറ്റിക്കുക എന്നുള്ളത്, പഠിക്കെ കൊണ്ട് കലവടയ്ക്കാന്ന് പറയത്തില്ല ആ ഒരു പരിപാടി. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനും കുഴപ്പമില്ല, പക്ഷേ ബെറ്റർ ഇങ്ങനെ ചെയ്യുന്ന. അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ടെന്ന് കൃത്യ എണ്ണം കിട്ടും. അതിനെ ഒരു സ്ക്വയറിൻ്റെ 9 സെൻറ്റിമീറ്റർ ഇട്ട് നമുക്ക് 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ചെയ്താൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അതാണ് എളുപ്പം അതേട്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും അതേമാതിരി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ. ഒരു സംഖ്യയുടെ 6 അതേ സംഖ്യയുടെ 8 തമ്മിൽ ഗുണിച്ചാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? If 1/6 of a number and 1/8 of the same number are multiplied to get the same number, what is the number? നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്, ഒരു സംഖ്യനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അതിനെ എന്താണ് 6 അല്ലെങ്കിൽ 1/6 അതേ സംഖ്യയുടെ 8 തമ്മിൽ ഗുണിച്ചാൽ എന്താണ്? അതേ സംഖ്യ കിട്ടും. അപ്പം 1/6 എന്താണ്? എക്സ് ഇൻറ്റു 1/8 തുല്യമാണെന്നാണ് പറയുന്നത് അല്ലേ. 1/6 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ് ഇൻറ്റു 1/8 തുല്യമാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു 1/6 എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അംശത്തെ തമ്മിൽ ഗുണിക്കുക, ഛേദത്തെ തമ്മിൽ ഗുണിക്കുക. അംശത്തെ തമ്മിൽ ഗുണിക്കുമ്പോൾ x/6 = x/8 എന്ന് കിട്ടും. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ട്രയൽ ആൻഡ് മെത്തേഡ് നോക്കണം. ഇവിടെ ഉള്ള ഓരോ വാല്യൂവിനും ഇട്ട് നോക്കണം. ഡെസിമൽ വാല്യൂ എവിടെ വരാതെ ഒരു ഉത്തരം കിട്ടുന്നത് അവനാണ് നമ്മുടെ ഉത്തരം. ഇപ്പം 64/6 നോക്കിക്കേ, നമുക്ക് എത്ര വരും? ഒരു ഡെസിമൽ വാല്യൂ വരും അല്ലേ. 64/6 നമ്മൾ ചെയ്താൽ നമുക്കൊരു ഡെസിമൽ വാല്യൂ വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഡെസിമൽ വാല്യൂ ഇല്ലാത്തവനാണ് ഉത്തരം വരുന്നത്. 64/6 നോക്കിയോ, നിങ്ങൾക്ക് ഡെസിമൽ വാല്യൂ ഉറപ്പായിട്ടും വരും. ഇനി 36/6 നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു 6 കിട്ടും അല്ലേ. 36/6 ചെയ്താൽ നമുക്ക് ഉത്തരം വരുന്നത് ഇവിടെ 6 കിട്ടും. 6 ഇവിടെ 36/8 ചെയ്താലോ ഡെസിമൽ വാല്യൂ വരുന്നത്, അത് ഇതിനോട് തുല്യമാകത്തില്ല. അവനെ നമുക്ക് ഒഴിവാക്കാം. അടുത്തത് 48/6 നോക്കിയേ. 48/6 = 48/8. എത്രയാണ് 48/6 എന്ന് വെച്ചത്? 6 8 48 അല്ലേ. കണ്ടോ 6 8 48 അപ്പോൾ ഉത്തരം വരേണ്ടത് ആരാണ്? നമ്മുടെ 48 ഇവിടെ ഉത്തരം വരേണ്ടത്. നമുക്ക് വളരെ എളുപ്പം ട്രയൽ ആൻഡ് മെത്തേഡ് വഴി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അല്ലേ. 48/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 കിട്ടും. അടുത്തത് 48/8 ചെയ്ത് എത്ര കിട്ടും? 6 കിട്ടും. കണ്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സയായിട്ട് ഈ ഒരു ഉത്തരം നിൽക്കണ്ടോ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ പോയാൽ ഒരേ ഉത്തരമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. കണ്ടോ, നമ്മളോട് ചോദ്യമല്ലേ, ഒരു സംഖ്യയുടെ 6 അതേ സംഖ്യയുടെ 8 തമ്മിൽ ഗുണിച്ചാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? നമുക്ക് കിട്ടി. സംഖ്യ ഏതാണ്? നമ്മുടെ 48. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇങ്ങനെ ഒരു ട്രയൽ മെത്തേഡ് ഇതിന് മുമ്പുള്ള ഇതിനകത്ത് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നോക്കുക, ട്രയൽ ആൻഡ് മെത്തേഡ് നമ്മുടെ തോണ്ടേക്കിൻ്റെ മെത്തേഡ് ഇവിടെ നടക്കത്തുള്ളൂ. കാരണം ഓപ്ഷൻ്റെ അകത്ത് 4 ഓപ്ഷനിലേ ഉള്ളൂ. ഏറ്റവും താഴെയുള്ള നമുക്ക് 10 ടേബിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്തുള്ള ഡിവിഷനുള്ള എന്താണ് മൾട്ടിപ്ലിക്കേഷനുള്ള ചോദ്യം ചോദിക്കത്തുള്ളൂ. അത് വെച്ചുകൊണ്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നോക്കുക കേട്ടോ. ഈ പറഞ്ഞ ശ്രമപരാജയ രീതിയാണ് ഇവിടെ അഭികാമ്യം ചെയ്യാനായിട്ട്, വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ബാക്കി ഇവന്മാരെ ആരെ ചെയ്താലും അവിടെ ഡെസിമൽ വാല്യൂ ആണ്. ഡെസിമൽ വാല്യൂ ഉണ്ടെങ്കിൽ അപ്പോഴേ അങ്ങ് ഒഴിവാക്കുക കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു മെത്തേഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നസംഖ്യ രൂപീകരിക്കാൻ ഇത് നോക്കിയിട്ട് വേണ്ട ക്വസ്റ്റ്യനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ അപ്പോൾ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഭിന്നസംഖ്യ രൂപീകരിക്കാനും അവയെ വിശദീകരിക്കാനും സഹായകരമായ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? ഒരു ഭിന്നസംഖ്യനെ രൂപീകരിക്കാനും അവയെ വിശദീകരിക്കാനും സഹായകരമായ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? നമുക്കറിയാം, ഇതിൽ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ജെ ഫ്രാക്ഷൻ ലാബ് എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ. ഫ്രാക്ഷൻ ലാബ്, അതായത് നമ്മുടെ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ആണ്. ഓരോ ഫ്രാക്ഷൻസിനെ രൂപീകരിക്കുവാനും അവയെ വിശദീകരിക്കാനും സഹായകരമായ സ്വതന്ത്ര സോഫ്റ്റ്വെയർ നമ്മുടെ ഉബുണ്ടുവിലുള്ളത്
ജെ ഫ്രാക്ഷൻ ലാബാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് നമ്മൾ മെയിൻലി 5, 6, 7, 8 ക്ലാസ്സുകളിലെ IT ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നമ്മൾ കാണുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി. ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രാക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് കുട്ടികളെ നേരിട്ട് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങളെ സാധനം എടുത്ത് കാണിച്ചു തരാം. ജെ ഫ്രാക്ഷൻ ലാബ്. ഓക്കെ, ഇത് വിൻഡോസാണ്, ഇത് കിട്ടത്തില്ല, എന്നാലും എൻ്റെ ഒരു മോഡൽ കിട്ടും. ജെ ഫ്രാക്ഷൻ ലാബ്. ഓക്കെ, ജെ ഫ്രാക്ഷൻ ലാബിൻ്റെ ഒരു നമ്മുടെ ഇത് ഇമേജസ് ഒക്കെ ഇതിനകത്ത് കാണും. അതായത് കണ്ടോ, ഫ്രാക്ഷൻസ് തമ്മിലുള്ളൊരു രൂപീകരണ പ്രക്രിയ നമുക്ക് ഇതിനകത്ത് വളരെ എളുപ്പം നമുക്ക് കിട്ടും. അതായത് ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് പിള്ളേരെ കൊണ്ട് ഇപ്പം മിക്സഡ് ഫ്രാക്ഷനും അതുപോലെ തന്നെ പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഒക്കെ നമുക്ക് വളരെ എളുപ്പം ഈ ഒരു രീതിയിലൂടെ കളികളിലൂടെ നമുക്ക് കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ 1/8 എന്ന് പറഞ്ഞാലുണ്ടോ, 8ൽ 1 ഭാഗം, 3/8 എന്ന് പറഞ്ഞാൽ 8ൽ 3 ഭാഗം, 4/3 എന്ന് പറഞ്ഞാൽ 4ൽ 3 ഭാഗം എന്നിങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ നമുക്ക് അറേഞ്ച് ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ജെ ഫ്രാക്ഷൻ ലാബ് എന്ന് പറയുന്നത്. ഈ സെയിം സാധനം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വിൻഡോസിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഫെറ്റ് വഴി ആണെങ്കിലും എടുക്കാം കേട്ടോ. ഫെറ്റ് എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉണ്ട്, ഫെറ്റ് PHET കേട്ടോ. ഫെറ്റ് എന്ന് പറഞ്ഞ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ വഴി സ്റ്റിമുലേഷൻ ലാബാണ്. ഈ സ്റ്റിമുലേഷൻ ലാബിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എവിടെ ഉപയോഗിക്കാം, ഈ പറഞ്ഞ ഒരു ലാബിൽ കൊണ്ടുപോയി ചെയ്യുന്ന അതേ രീതിയിലൂടെ നമുക്ക് ക്ലാസ് മുറിയിൽ നമുക്ക് കുട്ടികളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അത് ഫ്രീ ആണ് കേട്ടോ, അതാർക്ക് വേണമെങ്കിലും ഓപ്പൺ ആക്കി എടുക്കാം. നിങ്ങൾക്ക് മൊബൈലാണെങ്കിലും ഓപ്പൺ ആക്കി എടുക്കാം. അതിൻ്റെ അകത്ത് ഇതുപോലെ നമ്മുടെ സയൻസിൻ്റെ അകത്തെയും സോഷ്യലിൻ്റെ അകത്തെയും മാത്സിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ എക്സ്പെരിമെൻറ്റ്സ് കിടപ്പുണ്ട്. നമുക്കത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻസ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ എങ്ങാനും കാണും, ജെ ഫ്രാക്ഷൻസ് ഇൻട്രോ കേട്ടോ. ഇതാണ് ആ ജെ ഫ്രാക്ഷൻ ലാബിനകത്ത് കാണിച്ച കാര്യം കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. ഫ്രാക്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഇതിൽ എളുപ്പമാർഗ്ഗ കുട്ടികൾ ഒരു ഗെയിം വഴി അവർ ചെയ്ത് പൊക്കോളും കേട്ടോ. അതൊരു എളുപ്പമാർഗ്ഗമാണ്. നിങ്ങൾക്ക് ഫോണിലാണല്ലോ ഓപ്പൺ ആക്കി എടുക്കാം കേട്ടോ. PHET ചുമ്മാ അടിച്ചാൽ മതി, അതിൻ്റെ സംഭവം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫെറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു ഇൻട്രാക്റ്റീവ് സോഫ്റ്റ്വെയർ ആണ്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതിൽ നിന്നും ചോദ്യം കേട്ടോ. അതായത് നമുക്ക് സയൻസും മാത്സും സോഷ്യലും എല്ലാം തന്നെ നമുക്ക് ക്ലാസ് മുറിയിൽ ഒരു വിർച്വൽ ലാബ് പോലെ കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിമുലേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫെറ്റ് എന്ന് പറയുന്നത് ആ കാര്യം കൂടി ഓർത്തിരിക്കണം കേട്ടോ. അവിടെ ലോഡായി വരാൻ ഇച്ചിരി താമസമാണ് അതൊരു ലാബ്, വിർച്വൽ ലാബ് ഓപ്പൺ ആയിട്ട് വരാൻ. ക്ലാസ് കൂടി ബാക്ക്ഗ്രൗണ്ടിലുള്ളതുകൊണ്ടാണ് ഇത്രയും നെറ്റ് ഒരുമിച്ച് എടുക്കുന്നത് കേട്ടോ. ഫോണിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടെത്താൻ പറ്റും. ഓരോ ഫ്രാക്ഷൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും മിക്സഡിനെ നോർമലാക്കാനും പ്രോപ്പറാക്കാനും ഇൻപ്രോപ്പർ ആക്കാനും ഒക്കെ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ പറയുന്ന ഫെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഒന്നാമത്തെ ആൾ. ഈ രണ്ടാമത്തെ ആൾ ജിയോജിബ്ര. നമുക്കറിയാമല്ലോ, ഇത് ഓർത്തിരിക്കേണ്ടതാണ്. ജിയോജിബ്ര തുറക്കുന്ന വിധമൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വട്ടം ചോദിച്ചിരുന്നു. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര കേട്ടോ. ജിയോജിബ്ര നമ്മൾ ഓപ്പൺ ആക്കുന്ന രീതി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന രീതിയിലൂടെയാണ്. അതാണ് ജിയോജിബ്ര. ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജാമിതീയ രൂപങ്ങൾ വരയ്ക്കാൻ, അതായത് ജോമെട്രിക് ഷേപ്പ് വരയ്ക്കാനും അതിൻ്റെ കാൽക്കുലേഷൻസ് നടത്താനുമാണ് നമ്മൾ ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജിയോജിബ്രയുടെ തുറക്കുന്ന രീതി ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ ജാമിതീയ രൂപങ്ങൾ, അത് 3D ആകാം 2D ആകാം, അങ്ങനെയുള്ള ജാമിതീയ രൂപങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോജിബ്ര. അടുത്താണ് ക്വിസ്ലെറ്റ്. ക്വിസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഉണ്ട് അല്ലേ. ക്വിസ്സുകൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്വിസ്ലെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു ക്വിസ് നമുക്ക് കോമൺ ആയിട്ട് നടത്തണം. ഇപ്പം നമ്മളൊരു ക്ലാസ് എടുക്കാനായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഡേറ്റ ശേഖരിക്കാനോ അല്ലെങ്കിൽ അവരുടെ നിലവാരം GK എത്രമാത്രം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ നിലവാരം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഓൺലൈൻ ക്വിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അയക്കുന്ന രീതിയാണ്, ഒരു സോഫ്റ്റ്വെയറാണ് ക്വിസ്ലെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ജിയോ ടച്ച്. ഉണ്ടോ, ജിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിയാണ്, അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ്. ജിയോ ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാപ്പ്, ഭൂമിയെ കാണാനും അവയെ വിശദീകരിക്കുവാനും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തുവാനും ദൂരം കണ്ടുപിടിക്കാനും, സാറ്റലൈറ്റ് ദൂരം കേട്ടോ, ആകാശ ദൂരം ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോ ടച്ച് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കേട്ടോ. സോ സോഫ്റ്റ്വെയറിനെ പറ്റി അറിഞ്ഞിരിക്കണം. അത്യാവശ്യം
1 or 2 ക്വസ്റ്റ്യൻ അവിടെ നമ്മളോട് ചോദ്യം കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ജെഫ്രാക്ഷൻ ലാബിൻ്റെ ചോദ്യങ്ങൾ. ഇപ്പം 1/1 എന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി, നമ്മുടെ ഉത്തരം ഇവിടെ ശരിയാകും ഉണ്ടോ. ഇങ്ങനെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതാണെങ്കിലും ഏത് സാധനമാണെങ്കിലും നമുക്കിങ്ങനെ എടുത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ 1 1 2 ആണെങ്കിൽ ഇവിടെ 2 എടുത്തു വെക്കാം. അത് ഇൻട്രോ ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പമുള്ളത് വരുന്നത്. ഓക്കെ, ഇനി 2/1 വെക്കാൻ പറഞ്ഞാൽ നമുക്കിവിടെ കണ്ട് ഓട്ടോമാറ്റിക്കലി ഈ സാധനം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഭാഗങ്ങൾ കൂടുന്നതനുസരിച്ച് 8ൽ 2 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇവിടെ വെച്ചാൽ 2/8 ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്കിവിടെ 3/3 ഫോം ആക്കണം. സോ 3/3 എന്ന് വെച്ചാൽ ഇതൊരു 3/3 അല്ലെ, എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ അത് കറക്റ്റായിട്ടിരിക്കും അല്ലേ, 1 2 3. ഓക്കെ, ഇങ്ങനെയുള്ള ഗെയിംസ് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് ഓരോ ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ കേക്ക് മുറിക്കുന്ന കാര്യവും അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചപ്പോൾ ആർക്കാണ് കൂടുതൽ കിട്ടിയത്, തുല്യ ഭിന്നമാണോ എന്നൊക്കെ നമുക്ക് കുട്ടികളോട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗെയിംസൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. ഫ്രാക്ഷനെ പറ്റി ഒരു കൂടുതൽ ഐഡിയ അവർക്ക് കിട്ടും ഓരോ ലെവൽ കടന്ന് പോകുമ്പോൾ. നമ്മൾ ക്ലാസ്സിലൊക്കെ ഫ്രാക്ഷൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ചെയ്യാതെ പോലെ എളുപ്പമായിരിക്കും കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ 2024 ഈ വർഷത്തെ കാര്യമാണ് പറയുന്നത്. ജനുവരി 1 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2024 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? കണ്ടോ, ഇത് മിക്കപ്പോഴും പരീക്ഷാപേപ്പറിലുള്ളതാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. മിക്ക കാറ്റഗറിക്കും ചോദിക്കുന്നതാണ്. നോക്കണം, ദിവസങ്ങൾ എണ്ണാൻ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് വർഷങ്ങളെ പറ്റിയും മാസങ്ങളെ പറ്റിയും ഏകദേശം ഐഡിയ വേണം. ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ, ഇങ്ങനെ 12 മാസങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ ഓർത്തിരിക്കേണ്ട ഡേറ്റ്, ഈ 12 മാസങ്ങളിൽ ആർക്കൊക്കെയാണ് 30 ദിവസം, ആർക്കൊക്കെയാണ് 31 ദിവസം, ആർക്കൊക്കെയാണ് 28 ദിവസം, ആർക്കൊക്കെയാണ് 29 ദിവസം, അതിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മിക്കപ്പോഴും ഫെബ്രുവരി എന്നത് കയറി വരും, കാരണം ഫെബ്രുവരി ഒന്ന് തെറ്റുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ പറഞ്ഞു തരാം. അതായത് ഇപ്പം നമ്മുടെ ഈ മുഷ്ടി ചുരുട്ടിയുള്ള പരിപാടി നമുക്കറിയാമല്ലോ. ഈ ഒരു പരിപാടി അറിയത്തില്ലേ? ഈ ഒരു പരിപാടി നമ്മുടെ സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈമുട്ടിങ്ങനെ ഇടിക്കാൻ പോകുന്ന പോലെ ചുരുട്ടി വെക്കുക. ചുരുട്ടി വെക്കുമ്പോൾ നമുക്കെന്താണ്, പൊങ്ങിയിരിക്കുന്ന നമ്മുടെ എല്ലിൻ്റെ ഭാഗവും താന്നിരിക്കുന്ന രണ്ട് വിരലിൻ്റെ തമ്മിൽ എല്ലിൻ്റെ ഗ്യാപ്പിലുള്ള ഭാഗവും കാണാൻ പറ്റും അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരും കേട്ടോ. വന്നില്ലേ? അപ്പോൾ അങ്ങനെ നോക്കിക്കേ. അതായത് ആദ്യത്തെ ഒരു മുഴ നമ്മൾ ജനുവരി എടുക്കുക. ഈ പൊങ്ങിയിരിക്കുന്ന എല്ലാത്തിനും 31 ദിവസം ഓർത്തിരിക്കുക. എളുപ്പമാർഗ്ഗമാണ്, ക്ലാസ്സിലൊക്കെ ഇതും ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ജനുവരിക്ക് 31, ഫെബ്രുവരിക്ക് 28, മാർച്ച് പൊങ്ങിയിരിക്കുന്ന ഭാഗമാണ് 31, ഏപ്രിലാണെങ്കിൽ 30, മെയ് ആണെങ്കിൽ 31, ജൂൺ ആണെങ്കിൽ 30, ജൂലൈക്കും ഓഗസ്റ്റിന് 31 ഉണ്ട് ഓർത്തിരിക്കണം. ജൂലൈക്ക് ഓഗസ്റ്റിന് 31 ഉണ്ട്, സെപ്റ്റംബറിന് 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇങ്ങനെ മുഷ്ടി ഉരുട്ടിയുള്ള പരിപാടിയാണ്. ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇതാണ്, മുകളിൽ പൊങ്ങിയിരിക്കുന്ന മാസങ്ങൾക്കെല്ലാം 31 ദിവസം വെച്ചാണ് മാസമുള്ളത്. താന്നിരിക്കുന്ന നമ്മുടെ പാത്തി പോലെ ഇരിക്കുന്ന 2 പേരുടെ ഇടയിലുള്ള ഭാഗത്തിന് 30 ദിവസമാണുള്ളത്. പിന്നെ ഒരു എക്സ്പ്രഷണൽ കേസ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരിക്ക്. ഫെബ്രുവരി ലീപ്പ് ഇയർ ആണെങ്കിൽ, ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അതിവർഷമാണെങ്കിൽ ഫെബ്രുവരിക്ക് 29 ദിവസമുണ്ട്. അല്ലാത്ത ഫെബ്രുവരിയിൽ 28 ദിവസമാണുള്ളത്. അതായത് ഇവിടെ ഒരു പടം ഉണ്ടോ, അതായത് നമ്മുടെ ഈ ഒരു പടം തന്നെ വീണ്ടും നമ്മൾ എടുത്തിട്ടാണ്. ഇപ്പോൾ ആ പടം മാറും കേട്ടോ. യെസ്, ആ പടം ഇപ്പം മാറി വേറെ പടം വരും. അതും ഇത് തന്നെയാണ് പറയുന്നത്. മുഷ്ടി ഉരുട്ടുമ്പോൾ നമുക്ക് മുഴച്ചിരിക്കുന്നിടമെല്ലാം, എല്ല് പൊങ്ങി നിൽക്കുന്നിടമെല്ലാം എത്രയാണ്? 31 ദിവസവും, താന്നിരിക്കുന്നിടമെല്ലാം 30 ദിവസമാണ്. ഫെബ്രുവരിയുടെ കേസ് ഓർത്തിരിക്കണം. ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ദിവസവും, ലീപ്പ് ഇയർ അല്ലെങ്കിൽ 28 ദിവസമുണ്ട്. ഇനി ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കും? ഇപ്പോൾ 2024 ഗിവണായിട്ട് തന്നിരിക്കുന്നത് അല്ലേ? 2024 ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നോക്കണം. എങ്ങനെ നോക്കും? 2024നെ 4 വെച്ച് ഭാഗിക്കുക. മനസ്സിലായോ? 2024നെ 4 വെച്ച് ഭാഗിക്കുക. റിമൈൻഡർ 0 വന്നാൽ അവൻ ലീപ്പ് ഇയറാണ് കേട്ടോ. റിമൈൻഡർ 0 വന്നാൽ അവൻ ലീപ്പ് ഇയർ ആണ്. റിമൈൻഡർ 0 വന്നില്ലെങ്കിൽ അവൻ ലീപ്പ് ഇയർ അല്ല. മനസ്സിലായോ? 2024 ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കിയേ. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിക്ക് 29 ദിവസം ഉള്ളത്. അപ്പോൾ 2024 ഭാഗം 4 വെച്ച് ഭാഗിക്കുക. എത്രയാണ്? 2 ഇറങ്ങത്തില്ല, I 4 20 അല്ലേ?
20ൻ്റെ 00 വഴി 2 എഴുതി, വായിക്കാനില്ല. എന്ത് ചെയ്തു? 24 ഇറക്കി എഴുതി. 6 4 24 അല്ലേ? 504 ഉത്തരം കിട്ടി. റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ലീപ്പ് ഇയർ ആണ്. ഇപ്പോൾ ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? 29 ദിവസമുണ്ട്. ഇനിയും ജനുവരിയിലോ? ജനുവരിയിൽ 31 ദിവസമുണ്ട് അല്ലേ? അപ്പം ജനുവരി 1 തന്നിരിക്കുന്നത് തിങ്കളാഴ്ച, ശരിയല്ലേ? ഇപ്പോൾ ജനുവരി 1 കൂട്ടണ്ട. ജനുവരി 2 കൂട്ടിയാൽ എത്ര ദിവസമുണ്ട്? വീണ്ടും 30 ദിവസമുണ്ട്. പിന്നെ മാർച്ചിലെ 1 വരെയാണ് വേണ്ടത് അല്ലേ? മാർച്ച് 1 വരെ ഒരു ദിവസം. മൊത്തം കൂട്ടുക. 9 1 10 0 1 3 1 4 2 6 60 ദിവസമാണ് മൊത്തം ഉള്ളത് അല്ലേ? 60 ദിവസം നമുക്ക് മൊത്തം കിട്ടി. ഓർത്തിരിക്കണം കണ്ടോ, ഒരു ദിവസം നമ്മൾ കുറച്ച് എഴുതി. കാരണം എന്താണ്? ജനുവരി 1 തിങ്കളാഴ്ചയും തന്നിട്ടുണ്ട്, അവനെ ഒഴിവാക്കാം. കാരണം നിങ്ങളിവിടെ കലണ്ടർ എടുത്ത് നോക്കി, സൈഡിൽ നിന്ന് കലണ്ടർ എടുത്ത് നോക്കി, ഈ വർഷം വേണ്ട നമുക്ക് എളുപ്പമാണ് ഉണ്ടോ? ജനുവരി 1 തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച 7-ാം തീയതി അല്ലേ? 8-ാം തീയതിയാണ് ഉണ്ടോ? അതിനാണ് നമ്മൾ അന്ന് ആദ്യമേ ഒഴിവാക്കി. തന്നിരിക്കുന്ന ഡേറ്റ് നമ്മൾ ഒഴിവാക്കി. ജനുവരിയിൽ 31 ദിവസം കൊണ്ട് നമുക്കറിയാം. പകരം ജനുവരി 1 തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ തന്നിരിക്കുന്നതിനെ ഒഴിവാക്കി. പകരം 30 ദിവസം എവിടെ ഉള്ളൂ. അങ്ങനെ ആകെ ജനുവരിയിലെ 30 ദിവസം, ഫെബ്രുവരിയിലെ 29 ദിവസം ലീപ്പ് ഇയർ ആയതുകൊണ്ട് മാർച്ചിലെ ഒരു ദിവസം. മൊത്തം കൂട്ടുമ്പോൾ 60 ദിവസം കിട്ടും. അടുത്ത എന്താ ചെയ്യേണ്ടത്? 60നെ 7 വെച്ച് ഭാഗിക്കണം. എന്തിനാണ് 7 വെച്ച് ഭാഗിക്കുന്നത്? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. അപ്പോൾ 60നെ 7 വെച്ച് ഭാഗിച്ചാൽ എത്ര കിട്ടും? 6 7 7 8 56 അല്ലേ? 7 ഗുണം 8 എന്നാൽ 56 കിട്ടും. ശിഷ്ടം 10ൽ 4 പോയാലും 4 അല്ലേ? ശിഷ്ടം നമുക്ക് 4 കിട്ടും. ഓർത്തിരിക്കണം, തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് 4 ദിവസം മുന്നോട്ട് കൂട്ടിയാൽ മതി, നമ്മുടെ ഉത്തരവായി. തിങ്കൾ കഴിഞ്ഞിട്ട് 4 ദിവസം കൂട്ടണം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോൾ ഏതാണ് നമ്മുടെ ദിവസം വരേണ്ടത്? വെള്ളിയാണ് ദിവസം വരേണ്ടത് കേട്ടോ. ഇതാണ് എളുപ്പമാർഗം. തന്നിരിക്കുന്ന ദിവസം കുറയ്ക്കുക, ബാക്കിയുള്ള മാസങ്ങളുടെ ദിവസം കൂട്ടുക. മൊത്തം ദിവസങ്ങൾ കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ 7 കൊണ്ട് ഭാഗിക്കണം. കാരണം ഒരാഴ്ചയിൽ 7 ദിവസമാണ് ഉള്ളത്. ഭാഗിച്ചിട്ട് റിമൈൻഡർ എത്ര വരുന്നോ, നമുക്ക് തന്നിരിക്കുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് 4 ദിവസത്തിൽ കൂട്ടണം. തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോൾ ഏത് ദിവസമാണ് വരേണ്ടത്? വെള്ളിയാണ് മാർച്ച് 1 വരേണ്ടത്. 2021 മാർച്ച് 1. നോക്കിക്കേ, ഈ കലണ്ടറിനകത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. കണ്ടോണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടോ? ജനുവരി 2024 1-ാം തീയതിയാണ്. അതിൻ്റെ ശേഷം മാർച്ച് 1-ാം തീയതി വരുമ്പോൾ നോക്കിക്കണ്ടോ, വെള്ളിയാഴ്ചയാണ് നമുക്ക് ഡേറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഓർത്തിരിക്കണം, ഇതുപോലുള്ള കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്, ഒഴിവാക്കി കളയരുത് കേട്ടോ. ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഡേയ്സ് മുഷ്ടി ചുരുട്ടി നമുക്ക് ക്ലാസ് മുറിയിൽ ഇരുന്നാലും കണ്ടുപിടിക്കാം. മുഴച്ചിരിക്കുന്നതോ എല്ലാം എത്രയാണ്? 31. താന്നിരിക്കുന്നതോ എല്ലാം 30. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെബ്രുവരി ലീപ്പ് ഇയർ ആണോ അതിവർഷമാണോ അല്ലയോ നോക്കണം. അതിവർഷമാണെങ്കിൽ 29 ദിവസം, അതിവർഷം അല്ലെങ്കിൽ 28 ദിവസം. ഒരു വർഷം അതിവർഷമാണോ അല്ലയോ നോക്കാനായിട്ട് തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഭാഗിക്കുക. റിമൈൻഡർ ശിഷ്ടം 0 വന്നാൽ അത് അതിവർഷമാണ്. ശിഷ്ടം 0 വന്നില്ലെങ്കിൽ അത് അതിവർഷം അല്ല എന്നർത്ഥം കേട്ടോ. അതിവർഷമാണെങ്കിൽ 29, അതിവർഷം അല്ലെങ്കിൽ 28 ദിവസമാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ഡേറ്റിനെ ഒഴിവാക്കി ബാക്കിയുള്ള ഡേറ്റ് കൂട്ടുക. മൊത്തം ഡേറ്റ് തമ്മിൽ 7 കൊണ്ട് ഭാഗിക്കുക. 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ 7 കൊണ്ട് ഭാഗിച്ചു? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. അവിടെ റിമൈൻഡർ എന്താണേലും വരും. റിമൈൻഡർ വരുന്നതിനെ നമ്മൾ തന്നിരിക്കുന്ന ദിവസത്തിനെ മുന്നോട്ട് കൂട്ടുക. അപ്പം 4 നമുക്ക് കൂട്ടേണ്ടത്. സോ തിങ്കളാഴ്ച 4 ദിവസം കൂട്ടിയാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളിയാണ് നമുക്ക് വരേണ്ട ദിവസം. ഇനി ഇവിടെ റിമൈൻഡർ 0 ആണെങ്കിലോ ആ ദിവസം തന്നെ കേട്ടോ. റിമൈൻഡർ ഇവിടെ ഇപ്പം ഈ ഒരു 60നെ 7 കൊണ്ട് ഭാഗിച്ചപ്പോൾ റിമൈൻഡർ 0 എന്ന് വന്നെങ്കിൽ ആ ദിവസം തന്നെ കേട്ടോ, തന്നിരിക്കുന്ന ദിവസം തന്നെയായിരിക്കും ഉത്തരവായിട്ട് വരേണ്ടത് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. സ്ക്രീൻ ഇച്ചിരി ഡിലേ ഉണ്ടല്ലേ നിങ്ങൾക്ക്? ഇല്ലേ, ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞ് അല്ലേ വരുന്നത്, ഇടയ്ക്ക് മങ്ങിയിട്ട് വഴുവല്ലേ? നോക്കൂ, അങ്ങനെ തന്നെയാണോ? ആണോ? സ്ക്രീൻ വന്നിട്ട് ഒന്ന് മായും ഒന്ന് വരും, ഒന്ന് മായും ഒന്ന് വരും, അങ്ങനെയാണോ നിങ്ങൾക്ക് വരുന്നത്? ഞാനിവിടെ ഒരു പ്രിവ്യൂ ഇട്ടിട്ടുണ്ട്, എനിക്ക് അവിടെ അങ്ങനെ വരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. അങ്ങനെയാണോ നിങ്ങൾക്കും? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഒരു ക്വിൻ്റലിന് തുല്യമായത് ഏതാണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വിൻ്റലിന് തുല്യമായത് ഏതാണ്? ഇവിടെ കണ്ടോ, നമ്മളെ കുഴപ്പിക്കാനായിട്ടുള്ള ചോദ്യം കണ്ടോ. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 കിലോ എന്നറിയാം അല്ലേ? 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോ എന്നറിയാം. നമ്മൾ 4-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈ കാര്യം.
4ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠഭാഗത്തിലാണ്ടുള്ളതാണ് ഈ പറഞ്ഞ ക്വിൻ്റലിൻ്റെ കണക്ക്. സെക്കൻഡ് ലാസ്റ്റ് പാഠത്തിലാണ്ടുള്ള ഒരു കണക്കാണ് ക്വിൻ്റലിൻ്റെ കണക്ക്. ഓർത്തിരിക്കണം, 1 ക്വിൻ്റൽ 100 കിലോഗ്രാം എന്ന് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്തില്ല. പകരം ഏതൊക്കെ ഓപ്ഷൻ ഉള്ളത്? 1000 കിലോഗ്രാം, 1000 മില്ലിഗ്രാം, 1 10 100 1000 10000 ലക്ഷം, 1 ലക്ഷം ഗ്രാം, 10000 ഗ്രാം. അതുകൊണ്ട് ഇതാണ് ഓപ്ഷനിലുള്ളത്. സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ കാണാവോ? കാണാം. ഓക്കെ. ഇവിടെ നോക്കിയേ, ഉണ്ടോ 1 ക്വിൻ്റലിന് തുല്യമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് എ വന്നത് 1000 കിലോഗ്രാം, ബി വന്നത് 1000 മില്ലിഗ്രാം, സി വന്നത് 1 ലക്ഷം ഗ്രാം, ഡി വന്നത് 10000 ഗ്രാം. അപ്പം നമുക്കറിയാം 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം അല്ലേ? പക്ഷെ 100 കിലോഗ്രാം ഓപ്ഷൻ എൻ്റെ അകത്തില്ല. പകരം മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? നമുക്കറിയാം ഗ്രാമിൻ്റെ കണക്കിലോട്ട് പോയി നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000 ഗ്രാം അല്ലേ? അര കിലോ എന്ന് പറഞ്ഞാൽ 500 ഗ്രാമല്ലേ തൂക്കി തരുന്നേ. അപ്പം 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അപ്പം 100 കിലോഗ്രാം എന്ന് പറഞ്ഞാലോ 100 ഗുണം 1000 ചെയ്യണം. 100 ഗുണം 1000 ചെയ്ത് എത്ര വരും? 1 എഴുതുക. എത്ര 0 ഉണ്ട്? 3 2 5 0 ഇടുക. 1 2 3 4 5. എത്ര ഗ്രാം വരും? 1 10 100 1000 10000 ലക്ഷം അല്ലേ? 10 ലക്ഷം ഗ്രാമാണ്, 1 ലക്ഷം ഗ്രാമാണ് എത്രയെന്ന് പറഞ്ഞത്? 1 ക്വിൻ്റൽ എന്ന് പറയുന്നത്. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ്. അപ്പം 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ്. അവിടെ നമുക്ക് ഓപ്ഷൻ്റെ അകത്ത് നോക്കുമ്പോൾ ഗ്രാമിലെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായി 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. സോ 100 കിലോഗ്രാമിനെ ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരണം, ഗ്രാമിലേക്ക് കൊണ്ടുവരണം. 100 ഗുണം 1000 എത്ര നമുക്ക് കിട്ടും? 1 ലക്ഷം ഗ്രാം നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരവുള്ളത് ഓപ്ഷൻ സിയിൽ. കണ്ടോ? കുഴപ്പിക്കുന്നുണ്ടോ? നേരിട്ട് ഒരു വക ചോദിക്കത്തില്ല കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മളെ കുഴപ്പിക്കാൻ അല്ലെങ്കിൽ തെറ്റിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് കാണും കേട്ടോ. അത് ഉറപ്പിച്ച് നിങ്ങൾ പോയാൽ മതി. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം പടയെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. ആ ഒരു ഡൈവേർജൻ തിങ്കിങ് അധ്യാപകർക്ക് അത്യാവശ്യമാണ്. കാരണം കുട്ടികൾ ഏത് രീതിയിലൂടെ വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മളോട് ഇതൊരു വളഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ജോലി സമയം എന്നുള്ള ക്വസ്റ്റ്യനാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നോക്കിയേ, അനിൽ ഒരു ജോലി 20 ദിവസം കൊണ്ടും രാജു അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? നമുക്കറിയാം എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ അവർ ഒരുമിച്ച് ചെയ്യുന്ന എങ്ങനെ കണ്ടുപിടിക്കും? എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. എയുടെ ജോലിയും ബിയുടെ ജോലിയും തമ്മിൽ ഗുണിക്കുക. അവയെ തമ്മിൽ എയുടെ ജോലിയും ബിയുടെ ജോലിയും തമ്മിൽ കൂട്ടിക്കിട്ടുന്നതുകൊണ്ട് ഭാഗിക്കുക. ഉത്തരം കിട്ടും. നോക്കി, എയുടെ ജോലി എത്രയാണ്? 20. 20 ഇൻറ്റു ഇക്വേഷൻ ഇതാ അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ ഉത്തരം എന്നാ വരും? എ ബി ബൈ എ പ്ലസ് ബി. ഉത്തരം വരും. എ എന്ന് പറഞ്ഞാൽ എ ചെയ്ത ദിവസം. എ എത്ര ദിവസം ചെയ്തു? 20. ഇനി ബിയോ 30. 20 ഗുണം 30 ഭാഗം എ ചെയ്തത് 20 പ്ലസ് 30 അല്ലേ? 3 2 6. അപ്പം 600 ഭാഗം 20 30 50. 600 എത്ര വട്ടം 50 ഉണ്ട്? നമുക്കറിയാം 5 5 50 500ആയി. പിന്നെ പോയിട്ട് 2 വട്ടം. സോ 12 വട്ടമാണ് 600 50 ഉള്ളത്. സോ എത്ര ദിവസം വേണം? 12 ദിവസം വേണം രണ്ടും ഒരുമിച്ചാൽ ചെയ്യുവാൻ കേട്ടോ. വർക്ക് ആൻഡ് ടൈമിൽ നിന്ന് വന്ന ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടൈം ആൻഡ് വർക്കിൽ നിന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും ചെയ്താൽ രണ്ടുപേരും തമ്മിൽ ചെയ്യാൻ XY ഡിവൈഡ് ബൈ X പ്ലസ് Y ദിവസം കൊണ്ട് വേണം ചെയ്ത് തീർക്കുവാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഈ 2-3 ഇക്വേഷനെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ തിരിച്ച് എ ബി എന്നിവർ ഒരു ജോലി X ദിവസം കൊണ്ടും എ ഒറ്റയ്ക്ക് അത് Y ദിവസം കൊണ്ടും ചെയ്താൽ ബി അത് ഒറ്റയ്ക്ക് XY ഡിവൈഡ് ബൈ Y മൈനസ് എക്സ്. കണ്ടോ? ഈ ഇക്വേഷന് താഴെ വലുതിൽ നിന്നും ചെറുത് കുറച്ച് ഉള്ള ജോലിയാണ് ഒറ്റയ്ക്ക്. ഇത് രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ എ പ്ലസ് ബി ചെയ്യണം. ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എയും ബിയും, രാമു ഒരു ദിവസം 15 ദിവസം കൊണ്ടും രാജു അതേ ജോലി 10 ദിവസം കൊണ്ടും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് രാമു പിണങ്ങിപ്പോയെങ്കിൽ രാജു ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ചോദിച്ചാൽ
അവിടെ മൈനസാണ് ചെയ്യേണ്ടത് കേട്ടോ. രാജുവിൻ്റെ ജോലി തന്നെ രാമുവിൻ്റെ ജോലി കൊണ്ട് മൈനസാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ആ വരുന്ന ഇക്വേഷൻ. പിന്നെ ഇത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഉണ്ടോ, M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതിൽ M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ M1 D1 = M2 D2. ഈ ഒരു PDF ഞാൻ അയച്ചിട്ട് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഒരു രീതിയിലൂടെ നമ്മൾ ചെയ്യുക കേട്ടോ. ഇത് നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സിനകത്ത് വന്ന ക്ലാസ്സാണിത്. അതും ചെയ്ത് പഠിക്കുക. ഇതിന് ചോദ്യം കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. ആ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ വന്ന ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. അതൊരു എളുപ്പമുള്ള ചോദ്യമേ ചോദിക്കത്തുള്ളൂ കേട്ടോ. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ, അതായത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 3/2-നും 5/2-നും ഇടയിലുള്ള സംഖ്യ ഏത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയാൽ 3/2-ൻ്റെയും 5/2-ൻ്റെയും ഇടയിലുള്ള സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവന്മാരുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നതാണ് അല്ലേ. ഡിവിഷൻ അറിയാവുന്ന നോക്കുന്നതാണ്, ഡെസിമലായിട്ടുള്ള ഡിവിഷൻ നമുക്ക് അറിയാവുന്ന നോക്കുന്നതാണ്. വളരെ എളുപ്പമാണ് അല്ലേ. 3/2 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക. ഇവിടെ സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരാം. 3/2 അല്ലേ. 3ൽ 2 ഒരു വട്ടം മൊത്തം ചെയ്യണം കേട്ടോ, ഡെസിമൽ അടക്കം ചെയ്യണം, എന്നാലേ ഉത്തരം കിട്ടത്തുള്ളൂ. 3ൽ 2 ഒരു വട്ടം, 1 × 2 2 ക്യാരി ഓവർ 1, റിമൈൻഡർ 1. 1-നകത്ത് 2 അടങ്ങത്തില്ല, പോയിന്റ് കൊടുത്തോ. ഇവിടെ 0 കൊടുക്കണം. 10ൽ 2 5 വട്ടം, സോ 10 തന്നെ കിട്ടും. 0 0. അപ്പം 3/2 3/2-ൻ്റെ ഉത്തരം എത്രയാണ്? 3/2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 1.5 അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5/2 ആണ്. അപ്പം 5/2 ചെയ്യണം. 5ൽ 2 2 തവണയുണ്ട്, 2 2 4 കുറയ്ക്കണം. 5-ൽ 1 പോയാൽ 5-ൽ 4 പോയാൽ 1 കിട്ടും. 2-ൽ 1 അടങ്ങത്തില്ല, പോയിന്റ് കൊടുക്കണം. പോയിന്റ് കൊടുത്താൽ അപ്പോഴിവിടെ 0 കൊടുത്തു വേണം. 10ൽ 2 5 വട്ടം നമുക്ക് കിട്ടി. 2/5-ൻ്റെ വാല്യൂ 5/2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 അല്ലേ. അപ്പോൾ 5/2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ എവിടെയാണ്? 1.5-ക്കും 2.5-ക്കും ഇടയിൽ നിൽക്കണം നമുക്ക് കിട്ടേണ്ട വാല്യൂ അല്ലേ. അപ്പോൾ നമ്മുടെ വാല്യൂ എങ്ങനെ മാറി? 1.5-ക്കും 1.5-നും 2.5-നും ഇടയിൽ വേണം ഈ താഴെയുള്ളവൻ നിൽക്കാൻ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യണം. ഇവിടെയും നമുക്ക് ചെയ്തു പോകാം. നോക്കി ആദ്യം നമ്മൾ ചെയ്യുന്നത് 6/5. പെട്ടെന്ന് ചെയ്തോ. 6/5 6/5. 6ൽ 5 ഒരു വട്ടം, 5 1 പോയിന്റ് കൊടുത്തു. 10 വന്നാൽ 10ൽ 5 2 വട്ടേ ഉള്ളൂ. 1.2 1.5-നും 2.5-നും ഇടയ്ക്കാണോ 1.2? അല്ല, അതിൻ്റെ പുറകിലാണ്. അപ്പോൾ അവനെ എടുക്കാൻ പറ്റത്തില്ല, ഒഴിവാക്ക്. അടുത്തവനെ എടുക്ക്. 7/5 അടുത്തവനെ എടുക്കുകയാണ്. 7/5 എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 7ൽ 5 ഒരു വട്ടം, 5 വന്നു. കുറയ്ക്കുമ്പോൾ 2 പോയിന്റ് കൊടുക്കണം അല്ലേ. 2ൽ 5 അടങ്ങത്തില്ല, പോയിന്റ് കൊടുത്തു. അപ്പം 0 കൊടുത്തു. 4 20 1.4 കിട്ടും നമുക്ക്. 7/5 എന്ന് പറഞ്ഞാൽ 1.4 1.5-നും 1.2-നും ഇടയിലല്ല, പുറകിലാണ്. അപ്പോൾ അതും അല്ല. അടുത്തത് 13/5 ചെയ്യുമ്പോൾ 13ൽ 5 2 തവണ. ഇപ്പോഴേ നമുക്ക് കിട്ടിയല്ലോ. 13 ബാക്കിയോട് ചെയ്തേക്കാം. 13ൽ 5 2 തവണ, 2 10 കുറയ്ക്കുമ്പോൾ 3 പോയിന്റ് കൊടുക്കണം. 0 30ൽ 6 തവണ ഉണ്ടോ. 2.6 കിട്ടും. 2.5 വരെ മതി. 2.6 വാല്യൂ കൂടിപ്പോയി, ഇടയിലാണ് നിൽക്കേണ്ടത്. അവനുമല്ല, പിന്നെ ആരായിരിക്കും? 8/5 ആയിരിക്കും. ചെയ്ത് നോക്കിയേക്കാം. നോക്കിക്കേ 8/5. 8ൽ 5 ഒരു തവണ, 5 കുറയ്ക്കണം. 8ൽ 5 പോയാൽ 3. 3ൽ 5 അടങ്ങത്തില്ല, പോയിന്റ് കൊടുത്തു. 30 കൊടുത്തു. കണ്ടോ എത്ര കിട്ടി? 6 30 1.6 കിട്ടി. 1.6 എന്ന് പറയുന്നത് 1.5-നും 2.5-നും ഇടയിലാണ് അല്ലേ. 1.5 1.6 1.7 1.8 1.9 2 2.1 2.2 2.3 2.4 2.5 എന്നല്ലേ പറയുന്നത്. അപ്പോൾ 1.6 ഇടയ്ക്കാണ്. ഈ പറയുന്ന 1.5-നും 2.5-നും ഇടയിലാണ്. സോ നമ്മുടെ വാല്യൂ എത്രയാണ്? 8/5 ആണ്. കണ്ടോ. ഡിവിഷൻ അറിയാമോ, അല്ലെങ്കിൽ ഇതുപോലെ 0 ഇട്ടുള്ള കളികൾ അറിയാമോ, ഡെസിമൽ കൊടുത്താൽ ഇതറിയാമോ എന്നൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഒരു രീതിയിലൂടെയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഓപ്ഷൻ വരേണ്ടത് D ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 53ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ചിത്രത്തിൽ ഒരു വലിയ ചതുരത്തെ 4 ചെറിയ ചതുരങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. 3 ഭാഗങ്ങളുടെ പരപ്പളവുകൾ ചതുരശ്ര സെൻറ്റിമീറ്റർ അതത് ചതുരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റിനകത്ത് നോക്കിയാൽ മതി, അപ്പുറം മൊത്തം എഴുത്താണ്, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. ഇവിടെ നോക്കി, ഇവിടെ ഒരു വലിയ സമചതുരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. വലിയ സമചതുരമല്ലേ, ചതുരം കേട്ടോ. വലിയൊരു ചതുരമാണ് ഈ വരച്ചിരിക്കുന്ന ഞാനിപ്പോൾ ഈ ഔട്ടർ വരയ്ക്കുന്ന ഈ ചുമലല്ലേ. അതിൻ്റെ അകത്ത് ചെറിയ 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 ചതുരങ്ങൾ വേറെയുണ്ട്. ആ ഓരോ ചതുരത്തിൻ്റെയും എന്തുണ്ട്, ഏരിയ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മോട് ചോദിക്കുവാണ്, ഈ ഒഴിവായി കിടക്കുന്ന ഒരെണ്ണമില്ല, ഇവിടെ ഒരെണ്ണം ബ്ലാങ്ക് ഉണ്ടോ, ഈ ബ്ലാങ്ക് ആയവൻ്റെയും ഇവന്മാരുടെ എല്ലാവരും കൂട്ടി ആകെ പരപ്പളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വളരെ എളുപ്പമല്ലേ. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ നമുക്ക് നോക്കിയാൽ മതി. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്? എൽ ഇൻറ്റു ബി അല്ലേ. നീളം ഗുണം വീതിയാണ് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. സോ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി, നീളം ഗുണം വീതി. അപ്പോൾ 30 കിട്ടണമെങ്കിൽ ആരെയൊക്കെ തമ്മിൽ ഗുണിക്കണം? എളുപ്പമുള്ള ചോദ്യം അല്ലേ. ആരെയൊക്കെ തമ്മിൽ ഗുണിക്കണം? 5നെ 6നും തമ്മിൽ ഗുണിക്കണം അല്ലേ. അപ്പം നമുക്ക് ഇവിടെയുള്ള വീതി 5 എന്നും നീളം 6 എന്നും എടുക്കാം. ഇവിടെ നീളം 6 ആയതുകൊണ്ട് ഇതേ നീളമല്ല ഇവിടെ, ഇവിടെ 6 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും. അപ്പോൾ 6 30, ആയിത്തവനെ കിട്ടി. അടുത്തതിലോട്ട് പോവാം. 24 താഴെ വരേണ്ടത്. ഒരിടത്ത് നീളം 6. ഇനി ഏത് വീതി കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടും? നീളം ഗുണം വീതിക്കകത്ത് 6 4 24 അല്ലേ. ഇപ്പോൾ വീതി എത്ര വരേണ്ടത്? ഇവിടെ 4 വേണം വരാൻ. കണ്ടോ, പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടോ? വീതി ഇവിടെ 4 ആകുമ്പം താഴെ 6, ഇവിടെ 4. അപ്പം മൊത്തം നീളം നമ്മുടെ മൊത്തം വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതന്നെ ഇതിങ്ങനെ മാറി കളിക്കുന്നു. യെസ്, ഓക്കെ. മൊത്തം നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, 5ഉം 4ഉം എത്രയാണ്? 9 അല്ലേ. 9 സെൻറ്റിമീറ്ററാണ് ഇവിടെയുള്ള മൊത്തം നീളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടതാണ്, ഇവിടെ 12 വേണം. 12 ആണെങ്കിൽ ഒരിടത്ത് 4 ഉണ്ട്. അപ്പോൾ തൊട്ടിപ്പറ എത്ര വേണം? 3 12 അല്ലേ. 4 ഗുണം 3 ആണ് 12. സോ ഇവിടെ വരേണ്ട നീളം എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ 3 ആകുമ്പോൾ തൊട്ട് മേളിൽ 3 കിട്ടും. സോ ഇവിടെ 5 നീളം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 3 ഇവിടെ എത്ര വരും? 15 നമുക്ക് കിട്ടും അല്ലേ. നമുക്കെല്ലാം കിട്ടി. ഇനി തമ്മിൽ കൂട്ടിയാൽ മതി. ഒരിടത്തിൻ്റെ 30, രണ്ടാമത്തേൻ്റെ 24, മൂന്നാമത്തേൻ്റെ 15, നാലാമത്തേൻ്റെ 12 എല്ലാവരും കൂട്ടിയെടുത്താൽ മതി. 4ഉം 5ഉം 9ഉം 2ഉം 11ന് 1, ശിഷ്ട 1, 3 1 4, 4 2 6, 6 1 7, 7 1 8, 81 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് നമ്മുടെ മൊത്തം ഇതിൻ്റെയും ഏരിയ. കണ്ടോ, കുഴപ്പിക്കുന്ന കണ്ടോ നമ്മൾ ഇട്ടുകൊണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതെല്ലാവരും ചെയ്തിട്ട് നമുക്ക് പ്രാന്താവും അല്ലേ. ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നമുക്ക് ഉത്തരം പടപടയെന്ന് കിട്ടുകയും ചെയ്യും അല്ലേ. ആ പരീക്ഷകളിൽ ആ ഒരു ടെൻഷൻ്റെ പുറത്ത് ചെയ്യുമ്പോൾ തെറ്റും. അതുകൊണ്ടാണ് ഇതുപോലുള്ള പല ഉത്തരങ്ങളും അതിനകത്തുണ്ടോ. 66, 36, 15 കണ്ടോ. നമുക്ക് മേളിൽ കിട്ടിയ 15 അതിൻ്റെ അകത്ത് ഓപ്ഷൻ്റെ അത് വന്നിട്ടുണ്ടോ. ചാടിക്കറി 15 നമ്മൾ കറപ്പിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. കറപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മായ്ക്കാൻ പറ്റത്തില്ലല്ലോ, പേന കൊണ്ടല്ലേ കറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അത് കൊടുത്തിരിക്കുന്നത്. സോ ഓർത്തിരിക്കണം. ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ ഒരു വലിയ ചതുരം നമുക്ക് തന്നിട്ടുണ്ട്. ആ ചതുരത്തെ 4ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. ശേഷം ഓരോന്നിൻ്റെയും 4ആയിട്ട് ഭാഗിച്ചതിൻ്റെ ഓരോ ചതുരത്തിൻ്റെ ഏരിയ അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. തരാത്ത ഒരു റെക്റ്റാങ്കിൾ കൂടി അതിൻ്റെ അകത്തുണ്ട്. അതുകൂടി കണ്ടുപിടിച്ച് ആകെ മൊത്തം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. സോ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നീളം ഗുണം വീതി. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ആദ്യത്തെ ലെന്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ 30 ആണ്. സോ ലെന്ത് 30 കിട്ടണമെങ്കിൽ എത്ര വേണം? 6ഉം ബ്രെഡ്ത്ത് 5ഉം വേണം. ഇവിടെ 6 ആയതുകൊണ്ട് തൊട്ട് താഴെ 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരേണ്ടത് 24 ആണ് അല്ലേ. 24 ആകുമ്പോൾ നമുക്ക് മനസ്സിലായി 6 4 24, 6 × 4 ആണ് 24 വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വീതി വരേണ്ടത് 4 ആയിരിക്കും. ഇവിടെ 6 ആകുമ്പോൾ ഇവിടെ 4 കിട്ടി. അടുത്ത് നോക്കി, ഇത് 4 ആണ്. ഇവിടെ തൊട്ടടുത്തതിലോട്ട് വരുമ്പോൾ 12 കിട്ടി. സോ 12 കിട്ടാനായിട്ട് ഒരിടത്ത് 4 ഉണ്ട്. പിന്നെ ഏത് സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടുമോ നോക്കണം. 3 12. അടുത്ത് നമുക്ക് സംഖ്യ കിട്ടി 3. ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 3 ആയിരിക്കും. ഇവിടെ 5 ആണ്, ഇവിടെ 5. ഇവിടെ നമുക്ക് കിട്ടുന്നത് 5 ഗുണം 3 15 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ ചെറുതിലുള്ള അതായത് ചെയ്യാത്തതിലുള്ള അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ആകെ ചോദിച്ചുകൊണ്ട് നമുക്ക് മൊത്തം കൂട്ടിയാൽ മതി. 30 + 24 + 12 + 15 കൂട്ടിയാൽ നമുക്ക് 81 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. അവനാണ് മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മെത്തേഡ്. പെട്ടെന്ന് കണ്ടുപിടിക്കാം, പക്ഷേ ഒന്ന് ചിന്തിക്കണം കണ്ടോ. ഇതാണ് ഈ കാറ്ററ്റിൻ്റെ കുഴപ്പം. ഒന്ന് നമ്മളെ ചിന്തിപ്പിച്ച്
അതിനെപ്പറ്റിയുള്ള ഗ്രാഹ്യമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ അവർ ആ ഉത്തരത്തിലേക്ക് എത്തിക്കത്തുള്ളൂ കേട്ടോ. അതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടായി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2/3 തുല്യമായ ശതമാന സംഖ്യ ഇതിലേത്? ഇതൊരു കാണാൻ പഠിക്കേണ്ട വാല്യൂവാണ്. കാരണം ശതമാനത്തിൻ്റെ കേസ് വരുമ്പോൾ ശതമാനത്തിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു. 1/2 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ എഴുതുമ്പോൾ 0.5 ആണ്. അത് പേഴ്സൻറ്റേജിലോട്ട് വരുമ്പോൾ 50% 2/2 എന്ന് പറഞ്ഞാൽ 1% അല്ലെങ്കിൽ ഒരു ഡെസിമൽ വാല്യൂ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അപ്പം മുഴുവനുണ്ട് അല്ലേ, 100% 2/2ൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് 1/3 എന്ന് പറയുന്നത് 0.3 ആണ്. അതിൻ്റെ പേഴ്സൻറ്റേജ് വരുമ്പം 1/3% ആയിട്ട് വരും. നമ്മളോട് ചോദിച്ചതായിരുന്നു അല്ലേ, 2/3 0.6 ആണ്, 66 2/3% ആണ് നമുക്ക്. ഇത് കാണാൻ പഠിക്കണം കേട്ടോ. ഇത് കാണാൻ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഇത് വെച്ചുള്ള കണക്കുകളുണ്ട് കേട്ടോ. പേഴ്സൻറ്റേജോട്ട് മാറ്റാനായിട്ടുള്ള കണക്കുകൾ ചെയ്ത് നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. സോ ഈ വാല്യൂ നിങ്ങൾ കാണാൻ പഠിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണ്? 1/2 50 ആണ്, 2/2 100 ആണ്, 1/3 33 എന്താണ് 0.33 എന്ന് പറയുമ്പോൾ 33 1/3%. അടുത്തത് 2/3 എന്ന് പറഞ്ഞാൽ 66 2/3, 3/3 വീണ്ടും 1 100% വരും. 1/4 ഇല്ലേ, കാലെന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%. അടുത്ത 3/5 എന്ന് പറഞ്ഞാൽ 60% ആണ്, 4/5 എന്ന് വെച്ചാൽ 80% ആണ്, 5/5 എന്ന് വെച്ചാൽ വീണ്ടും 100% ആണ്. 1/8 എന്ന് പറഞ്ഞാൽ 12.5% ആണ്, 2/8 എന്ന് പറഞ്ഞാൽ 25% ആണ്, 3/8 എന്ന് 37.5% ആണ്. ഇതൊരു കോമൺ സംഖ്യകളാണ്. കാരണം പ്രോബ്ലത്തിൽ ചോദിക്കുന്ന കണക്കുകളാണ് ഇതെല്ലാം തന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവന്മാരെ നമ്മൾ എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതും കണ്ടോ, അതിനെ വീണ്ടും ഒരു രീതിയിലൂടെ എടുത്താണ്. 1/1 എന്ന് പറഞ്ഞാൽ ബോളാണ്, അതായത് 100% തന്നെ. 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്, അത് 50%ആണ്, 1/2 എന്ന് പറയും. 1/3 എന്ന് പറഞ്ഞാൽ 33.3 ആണ്, അതിന് നമുക്ക് 1/3% നമുക്ക് എഴുതാം. 1/4 എന്ന് വെച്ചാൽ കാലാണ്, 25%ആണ്. 2/3 നമ്മൾ ചോദ്യം വന്നോ, 66.6 ആണ് കിട്ടേണ്ടത്, അത് 66 1/6 ആണ് ഉത്തരം വരേണ്ടത്. അങ്ങനെയുള്ള വാല്യൂസ് ആണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇത് ഡെസിമൽ വാല്യൂസിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുന്ന കോമൺ ഒരു കണക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂസ് കാണാൻ പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇവിടെ വരേണ്ട എത്രയാണ്? 2/3 തുല്യമായിട്ട് 6/3 2/3% കേട്ടോ. ഇത് കണക്കുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഡെസിമലിലെ കണക്കിലേക്ക് ഫ്രാക്ഷനോട്ട് വരുമ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ട സമയം വരത്തില്ല. ആ ഒരു വാല്യൂ നമ്മുടെ മനപ്പാടമാണെങ്കിൽ പടയെ നമുക്ക് ഉത്തരം കണ്ടുപിടിച്ചിട്ട് പോകാം കേട്ടോ. അതുകൊണ്ട് അവിടെ തന്ന വാല്യൂ അല്ലേ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. സോ ഒരു കോമൺ വാല്യൂസ് നിങ്ങൾ പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ LCM-നെ സെയിം ആക്കിയുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ HCF-ഉം അതുപോലെ നമ്മുടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉണ്ടല്ലോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ. അതിൽ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കി നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കണക്കാണ് ഈ പറയുന്ന പ്രോബ്ലത്തിലുള്ളത്. നോക്കിക്കേ, 1/4 + 1/16 + 1/64 + 1/256 + 1/1024ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് വേണ്ടത്. കണ്ടാൽ വലിയ സംഭവം എന്ന് ഓർക്കും, വളരെ സിമ്പിളാണ്. താഴെയുള്ള വാല്യൂ ഒരുമിപ്പിച്ചാൽ മതി. ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1/4 + 1/16 + 1/64 + 1/256 + 1/1024 = വാല്യൂ വേണം. ചെയ്യേണ്ടത് ഇതിലെ ഡിനോമിനേറ്ററിലുള്ള ഏറ്റവും വലിയ വാല്യൂ ആരാന്ന് നോക്കണം. ഡിനോമിനേറ്ററിലുള്ള ഏറ്റവും വലിയ വാല്യൂ ആരാ? 1024 അല്ലേ. ഈ 1024 ഡിനോമിനേറ്റർ എല്ലായിടത്തും ആക്കാൻ പറ്റണം. അതായത് ഈ 1/4ൻ്റെ അവിടെ 1024 ആക്കണം താഴെ, 1/16 അവിടെ 1024 ആക്കണം താഴെ, 1/64 അവിടെയും 1024 താഴെ ആക്കണം, 1/256 അവിടെയും 1024 ആക്കണം, 1/124 1024 ആക്കണ്ട, ഓൾറെഡി അതിവിടെ ഉണ്ട്. എങ്ങനെ ആക്കും നോക്കി. 1/4നെ എങ്ങനെ 1024 ആക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ കിടക്കുന്ന 256 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. താഴെ ഗുണിക്കുമ്പോൾ അതേ ഓപ്പറേഷൻ മുകളിൽ ചെയ്യണം. ഓർത്തിരിക്കണം, നിങ്ങൾ നമ്മുടെ ഫ്രാക്ഷനിൽ ഇപ്പോൾ 1/4നെ നമുക്ക് താഴെ 1024 ആക്കാൻ പോവാം. ചെയ്യേണ്ടത് 4നെ 256 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. 4നെ 256 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1024 കിട്ടേണ്ടത്. താഴെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ അതേ നമ്പർ കൊണ്ട് മുകളിലും ഗുണിക്കണം, എന്നാൽ മാത്രമേ ആ വാല്യൂ മാറാതെ നിൽക്കത്തുള്ളൂ കേട്ടോ. എപ്പോഴും ഓർക്കേണ്ടതാണ്, നിങ്ങൾ
ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളിൽ എന്ത് കാര്യം ചെയ്യാൻ പോയാലും ഡെസിമലിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ന്യൂമറേറ്ററിലും ചെയ്തിരിക്കും കേട്ടോ. ഛേദത്തിൽ ചെയ്യേണ്ട കാര്യം അംശത്തിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 1/4 1024 കൊണ്ടുവരണം. അപ്പോൾ 1 × 256/4 × 256 പ്ലസ് ഇനി നോക്കിയേ 16 1024 ആക്കണം. എത്ര കിട്ടും? 16 × 64 കണ്ടോ. ക്വസ്റ്റിനകത്ത് തന്നെയുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാത്തിൻ്റെ അകത്തും 16 × 64 ഇവിടെ ചെയ്തുകൊണ്ട് അതേ ഗുണനം മുകളിലും ചെയ്യണം. 1 × 64 പ്ലസ് 1/64 1024 ആക്കണം. സോ 64 × 16 മുകളിലും 16 പ്ലസ് 1/256 ഗുണം എത്ര ചെയ്യേണ്ടത്? 4 × 4 പ്ലസ് 1/1024 വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പം നോക്കിയേ, നമ്മൾ ചെയ്യുമ്പോൾ 256/1024 പ്ലസ് 64/1024 പ്ലസ് 16/1024 പ്ലസ് 4/1024 പ്ലസ് 1/1024 അല്ലേ? താഴത്തെ വാല്യൂ എല്ലാം 1024 ആണ്. 1024 ആണ്. അതുകൊണ്ട് നോക്കിയേ, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തുല്യമായിട്ട് അംശത്തെ തമ്മിൽ കൂട്ടി ഛേദം അതേപടി എഴുതിയാൽ മതി. അംശത്തെ തമ്മിൽ കൂട്ടുമ്പോൾ 256 പ്ലസ് 64 പ്ലസ് 16 പ്ലസ് 4 പ്ലസ് 1 ചെയ്യണം. 6 4 10, 6 4 10, 1 11. അപ്പോൾ 10 10 21, 21ൻ്റെ 1 ശിഷ്ടം 2. 5 2 7, 1 8, 2 10 4 14, 4 ഇഷ്ടം 1, 2 1 3. 341 മുകളിൽ വന്നു, 1024 താഴെ വന്നു. ഓപ്ഷനിലുണ്ടോ? തേ കിടക്കുന്നു ഓപ്ഷൻ ബിയിൽ കണ്ടോ. 341/1024 അതാണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. ഓർത്തിരിക്കണം, ഇങ്ങനൊരു കണക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഛേദത്തെ ഡിനോമിനേറ്ററിനെ ഒരേ സംഖ്യ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ആക്കുക, അംശത്തെ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടിയെടുക്കുക, ഡിനോമിനേറ്ററിനെ അതേപടി എഴുതുക. അതാണ് ഇവിടെ ചെയ്യാവുന്ന മെത്തേഡ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും. അപ്പോൾ ഈ തന്നിരിക്കുന്നില്ല, അതുകൊണ്ടോ 4-നെ നമ്മൾ 256 കൊണ്ട് ഗുണിച്ചു, 64 16 കൊണ്ട് ഗുണിച്ചു, നമുക്ക് കിട്ടും 1024. 256 4 കൊണ്ട് ഗുണിച്ചാലും 4 256 കൊണ്ട് ഗുണിച്ചാലും 1024 കിട്ടും. താഴെ ചെയ്യുന്ന ഓപ്പറേഷൻ അതേപടി എവിടെയും ചെയ്യണം, മുകളിലും ചെയ്യണം കേട്ടോ. അതാണ് ഇവിടെ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 5/7 ഭാഗം 70 ആണ്. സംഖ്യയുടെ പകുതി എത്ര? ഓക്കെ, നമുക്കറിയാം ഒരു സംഖ്യ തന്നിട്ടുണ്ട്. സംഖ്യയുടെ 5/7 എന്ന് പറയുന്നത് എത്രയാണ്? 70 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എടുത്ത സംഖ്യയുടെ പകുതിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ വേണ്ട സംഖ്യനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. എക്സ് ഇൻറ്റു 5/7 ഈസ് ഈക്വൽ ടു എത്രയാണ് വരേണ്ടത്? 70 കിട്ടേണ്ടത്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 5x/7 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 70 കിട്ടും അല്ലേ? 5x വിലയെന്ന് പറയുന്നത് ഇത് ഡിവിഷൻ ആണ്. ഡിവിഷൻ ഈക്വൽസിനെ പറയുമ്പോൾ ആരായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ 70 × 7. അപ്പം 5x വിലയെന്ന് പറയുന്നത് അല്ലേ 5x ഈസ് ഈക്വൽ ടു 5x വില എത്രയാണ്? 70 × 7, 7 7 49. കൂട്ടത്തിലൊരു 0 കൂടി ഇട്ടാൽ 490. 5x വില 490. സോ എക്സിൻ്റെ വില 5 മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽസിനെ പറയുമ്പോൾ ആരായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. സോ എക്സിൻ്റെ വിലയെന്ന് പറയുന്നത് 490/5. 490/5 നമ്മൾ ചെയ്യണം. ചെയ്ത് നോക്കിയേ. 490/5 ചെയ്യുമ്പോൾ നമുക്ക് 9×5 45. 9 × 5 45 കിട്ടും. കുറയ്ക്കണം. 9 5 പോയാൽ 4, 4 4 0, 0 ഇറക്കി എഴുതണം. 40-5 എത്ര വട്ടമുണ്ട്? I8 40. സോ I8 40 ആകുമ്പോൾ മുകളിൽ നമുക്ക് ഉത്തരം കിട്ടി 98. 98 ആണോ ഉത്തരം? അല്ല. ഓപ്ഷനിൽ 98 കാണും. ചോദിച്ചിരിക്കുന്നത് എന്നാ? ഈ എടുത്ത സംഖ്യയുടെ പകുതി മതി. കണ്ടോ, 98 ആണെന്ന് പറഞ്ഞാൽ ചാടിക്കറി 98 കറപ്പിക്കരുത്, തെറ്റും. ഈ 98ൻ്റെ പകുതിയാണ് വേണ്ടത്. ആ സംഖ്യയുടെ പകുതിയാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചേ.
അപ്പോൾ 98 നമുക്ക് കിട്ടിയത്. 98ൻ്റെ പകുതി എത്രയാണ്? നമുക്കറിയാം 98/2 എത്ര വരും? 4 വട്ടം അടങ്ങിയാൽ 8, 18, 18-നകത്ത് 2, 9 വട്ടം അല്ലേ? ഓരോ 18. സോ എത്ര കിട്ടി? 49. കണ്ടോ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. കണ്ടോ? അപ്പോൾ കണ്ടോ കുഴപ്പിക്കുന്നുണ്ടോ? നമുക്ക് ഈ കേട്ടിൻ്റെ ഒരു കുഴപ്പം കണ്ടോ? നമുക്ക് ഉത്തരം ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ ഉത്തരത്തിൽ കാണും. ചാടിക്കയറി അതിലേക്ക് അർപ്പിക്കും. അങ്ങനെ ചെയ്ത് ഇഷ്ടം പോലെ പിള്ളേർ തെറ്റും. അതിലവരൊരു മനസ്സമാധാനം കണ്ടുപിടിക്കും. അതാണ് അവരുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഒരു ചോദ്യം കണ്ടാൽ അതിന് ഉത്തരം കിട്ടിയാൽ ആക്രാന്തം പിടിച്ചത് കറപ്പിച്ചിട്ട് ഓടരുത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കണം. അത് തന്നെയാണ് ചോദിച്ചത്. ഇവിടെ കണ്ടോ, വാട്ട് ഈസ് ദി ഹാഫ് ഓഫ് ദി നമ്പർ? കിട്ടിയ നമ്പറിൻ്റെ പകുതിയായി ചോദിച്ചിരിക്കുന്നത്. കിട്ടിയ നമ്പറിൻ്റെ പകുതി എത്രയാണ്? 49 കേട്ടോ. സോ അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചെസ് ബോർഡിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? അറിയാവോ എത്ര എണ്ണം ഉണ്ടെന്ന്? ഒരു കോമൺ GK ക്വസ്റ്റ്യനാണ്. ഒരു ചെസ് ബോർഡിൽ, നമ്മുടെ ചെസ് ബോർഡില്ലേ, ഈ ചെസ് ബോർഡ് എന്ന് പറഞ്ഞാൽ സാധനം കണ്ടിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, ചെസ് ബോർഡ്. ഓക്കെ, ഇതാണ് ചെസ് ബോർഡ്. അത് എല്ലാ സമചതുരങ്ങളും അല്ലേ? എത്ര സമചതുരം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇമേജസ്. അതുകൊണ്ട് ഇതൊരു ചെസ് ബോർഡാണ്. ഇതൊരു സാധനം മാറി വിടുന്നു. ഓക്കെ, ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. കണ്ടോ, ഇത് എത്ര സമചതുരം ഉണ്ടെന്ന് തിരിച്ചും മറിച്ചോ എല്ലാം എണ്ണി നോക്കണം. അങ്ങനെ എണ്ണി നോക്കാൻ നമുക്കുള്ള കൊണ്ട് പറ്റുമോ? ഇല്ല. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ്. ഓർത്തിരിക്കണം, ഒരു ചെസ് ബോർഡിൽ 204 സമചതുരങ്ങളാണ് ഉള്ളത്. ഇനി നിങ്ങൾക്കത് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ സമചതുരം അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയും. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നീളവും വീതി. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഓക്കെ, ശരി, വരച്ച് ചെറുതായിപ്പോയി, ഇച്ചിരി വലുതാക്കി വരച്ചുതരാം, എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 3x3 മെട്രിക്സ് വരയ്ക്കാൻ ഓർത്തു. അതായത് 3 കോളവും 3 റോയും നമ്മൾ വരയ്ക്കണം. ഓക്കെ, 1 2 3 1 2 3. ഓക്കെ, ഇതെന്താണ്? ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലേ? ഇതിൽ എത്ര സമചതുരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കൊരു ഐഡിയ അറിയാമോ? ഒരു എളുപ്പ മാർഗ്ഗമുണ്ട് ഇതിൻ്റെ അകത്ത്. അറിയാമോ? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് ഈ 4x4 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അറിയാമോ? ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ ഓർത്തിരുന്നോ. ഇത് എത്രയുടെ മെട്രിക്സാണ്? 3x3 മെട്രിക്സ് അല്ലേ? അപ്പോൾ 3x3 വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ആരാ? 2x2. 2 × 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ താഴെയുള്ളത് 1 × 1 എത്രയാണ്? 3 3 9 2 2 4 1 1 9 1 10 4 14 സ്ക്വയേഴ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. കണ്ടോ, അതൊരു മെതേഡാണ്. ഇത് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം പറഞ്ഞു തരുന്നത്. ഇനി അത് നേരെ തിരിച്ച് 4x4ൻ്റെ ആണെങ്കിലോ, 4 × 4 മെട്രിക്സ്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെട്രിക്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമചതുരത്തിൻ്റെ ആണെങ്കിൽ എത്ര സമചതുരം ഉണ്ടെന്ന് അങ്ങനെ നോക്കും. നോക്കി, 4x4. ഓക്കെ, 4 കോളവും 4 റോയും. 1 2 3 4. ഇങ്ങോട്ടാണെങ്കിൽ 1 2 3 4. ഓക്കെ, ഇതിനകത്ത് എത്ര സമചതുരം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്നെ എടുക്കണം. നമ്മളെടുത്ത എത്രയാണ്? 4 × 4 അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് 3 × 3, 2 × 2, 1 × 1 അല്ലേ? 4 16, 3 3 9, 2 2 4, 1 1 9 1 10 10 26 26 4 30 സ്ക്വയറാണ് ഇതിൻ്റെ അകത്തുള്ളത്. കണ്ടോ, ഐഡിയ കിട്ടിയോ? അങ്ങനെ 5x5 ആണെങ്കിലോ, ഇനി ഞാൻ വരച്ച് കാണിക്കുന്നില്ല. 5x5 ആണെങ്കിൽ എങ്ങനെ ചെയ്യണം? 5 × 5, 4 × 4, 3 × 3, 2 × 2, 1 × 1 ചെയ്താൽ 5x5 കിട്ടും. ഇവിടെ നമ്മൾ ചോദിച്ചാൽ ആരുടെ ആയിരിക്കും? 864 അല്ലേ? നമുക്കറിയാം ഒരു ചെസ് ബോർഡ് ആണെങ്കിൽ അതിൽ നീളത്തിലും ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 8 8 ഉള്ളത് അല്ലേ? സോ അതിനെ താഴോട്ട് എഴുതിയാൽ മതി. 8 × 8, 7 × 7, 6 × 6, 5 × 5, 4 × 4, 3 × 3, 2 × 2, 1 × 1. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 204 തന്നെ കിട്ടും അല്ലേ? നോക്കിയേ, 8 8 64 നമ്മൾ പഠിച്ചതല്ലേ? സ്ക്വയേഴ്സും നമ്പേഴ്സും കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞതല്ലേ? 7 7 49, 6 6 36, 5 5 25, 4 16, 3 9, 2 2 4, 1 1. കൂട്ടി നോക്കിക്കേ, എല്ലാം കൂടി ഒന്ന് വാരി വലിച്ച് കൂട്ടിക്കേ. നമുക്കറിയാം ഇവിടെ നോക്കി, ഉമാരെ തമ്മിലൊന്ന് പെട്ടെന്ന് കൂട്ടിയെടുക്കാം. നോക്കി, എങ്ങനെ കൂട്ടുമെന്ന് നോക്കി. 25 16ഉം 9ഉം കൂട്ടിയാൽ 16 4 25 25 ഉണ്ട്. ഇപ്പോൾ 20 25 ഇവിടെ 50 കിട്ടി. പിന്നെ ഉള്ളത് 4 1 5 55. ഇതിൻ്റെ താഴെ വരെ 55 ഉണ്ട്. അടുത്തത് ഉണ്ടോ, 64ഉം 4ഉം കിടപ്പുണ്ട്. ഇവന്മാരെ തമ്മിൽ പെട്ടെന്ന് കൂട്ടാം അല്ലേ? 64ഉം 36 കൂട്ടിയാൽ 6 4
64 പ്ലസ് 36, 6 4 10 0 1 6 1 7 7 3 10 100 കിട്ടി. 100 55 155 കിട്ടി. 155ഉം 49ഉം കൂട്ടിയാൽ മതി, 49 കേട്ടോ. 9ഉം 14 4 1 5 4 9 10 0 1 1 1 2 കണ്ടോ, 204 നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് മെത്തേഡ് കേട്ടോ. നേരത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ കണ്ടോ, 4/4ഉം 3/3ഉം കോളങ്ങൾ വരച്ചിട്ട് ഇതിൽ എത്ര സമയം ദൂരം ഉണ്ടെന്ന് നോക്കും. ബുദ്ധിയുള്ള പിള്ളേർ എന്നെ എടുക്കും, ഇങ്ങനെ ഇരുന്ന് കൗണ്ട് ചെയ്യും. എങ്ങനെ? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, 5, 6, 7, 8, 9. അപ്പോൾ ഒരു കോളം എന്നറിയുമല്ലോ, അപ്പോൾ ഒരു സമാധാനവും. വേറെ പേപ്പറിൽ വരയ്ക്കും. വീണ്ടും 9 എണ്ണം ഇപ്പോൾ കിട്ടിയെന്ന് മനസ്സിലായി. അടുത്തത് വരയ്ക്കാൻ പോവാണ്. ഇവിടെ നോക്കിയേ കണ്ടോ, ഇങ്ങനെ വരയ്ക്കും. 10 കണ്ടോ, വരയുന്നുണ്ടോ, 11, പിന്നെ 12, പിന്നെ 13, പിന്നെ ഈ വലിയ ഒരെണ്ണം 14 എന്നിങ്ങനെ പറഞ്ഞ് മാർക്ക് ചെയ്യും. പക്ഷേ അത് തെറ്റാണ് കേട്ടോ, അങ്ങനെ കിട്ടത്തില്ല. ചെയ്യാനും പോലെ സമയം പോകും കേട്ടോ, സമയം പോകും. ഗോപിയാകും കേട്ടോ, ഗോപി ശശിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. സമയം പോകുന്ന വഴി അറിയത്തില്ല. എളുപ്പം മെത്തേഡ് മെട്രിക്സിനെ തമ്മിൽ ഗുണിക്കുക, തൊട്ട് താഴെയുള്ള മെട്രിക്സ് ഗുണിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. പടയെ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. അല്ലാതെ തന്നെ ഓർത്തിരിക്കേണ്ട, PSC പരീക്ഷയൊക്കെ ചോദിക്കുന്നത് ചെസ് ബോർഡിൽ എത്ര ചമതല എന്ന് വെച്ചാൽ 204 കേട്ടോ, 204. ചെസ് ബോർഡിൻ്റെ നീളം 8, വീതി 8 കേട്ടോ. 8 വെട്ടും കോളങ്ങളാണ് ചെസ് ബോർഡിലുള്ളത് കേട്ടോ. ആ കാര്യം കൂടി ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എളുപ്പ ക്വസ്റ്റ്യനാണ് അല്ലേ. 6 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? നമുക്കറിയാം 6 മുതൽ 30 വരെ എത്ര സംഖ്യ ഉണ്ടെന്നറിയാം. എത്രയാണ്? 25 സംഖ്യകളേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇട്ടാനെ കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ, പഠിപ്പിച്ചതാണ് നിങ്ങൾ AS പഠിപ്പിച്ചപ്പോൾ. 6 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാണ്? SN = എന്നായിരുന്നു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് വേണ്ടത്. n എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം. 6 മുതൽ 30 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം. n കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്നാണ്? xn മൈനസ് x1/d + 1 ഇല്ലേ. x1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ചേർക്കണം. xn നോക്കിയേ, xn എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ടത് ലാസ്റ്റ് ടൈം 30 മൈനസ് ഫസ്റ്റ് ടൈം 6 പൊതുവ്യത്യാസം എത്രയാണ്? 6 7 8 1 എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം 1 + 1. 30 6 പോയ 24/1 + 1. 24 ഭാഗവും 24 തന്നെ, 24 1 25 n കിട്ടി. അതായത് 6 മുതൽ 30 വരെ 25 നമ്പറുണ്ട്. സോ 25 ഭാഗം 2, x1 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് xn എന്ന് പറഞ്ഞാൽ 30. 25 ഭാഗം 2 ഇൻറ്റു 30 6 36. വെട്ടിക്കളയാം. 36 25 തമ്മിൽ 36ൻ്റെ പകുതി 18. സോ 25 ഗുണം 18 ഉത്തരം ചെയ്യുക. എങ്ങനെ ചെയ്യും? 25 ഇൻറ്റു 18, 8 40ൻ്റെ 0, ശിഷ്ടം 4, 8 8 7 16 4 20. അല്ല 8 8 16 4 20. അടുത്തത് 5 5 1 2 2 0 5 2 2 4. എത്ര കിട്ടി? 450 കിട്ടിയില്ലേ? ഇത് തന്നെ നമ്മുടെ സൈക്കോളജിക്കകത്തെ ഗസ്റ്റാൾട്ട് കണ്ടുപിടിച്ച സാധനമില്ലേ, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക, അത് തന്നെ കേട്ടോ. ഈ സംഭവം തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഇക്വേഷൻ പഠിക്കണം. n കണ്ടുപിടിക്കേണ്ടത് എന്താണ്? xn മൈനസ് x1/d + 1. x എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം, x എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, +1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. SN കണ്ടുപിടിക്കാൻ സമ്മ് കണ്ടുപിടിക്കാണ്ട് n/2. n എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര നമ്പർ ഉണ്ടെന്ന്, നമ്പർ ഓഫ് എന്താണ് ഒരു 6 മുതൽ 30 വരെയാണെങ്കിൽ 25 നമ്പർ മൊത്തം. അങ്ങനെ ഒരു സീരീസിൽ എത്ര നമ്പർ ഉണ്ടെന്നുള്ളതാണ് n. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം. നമുക്ക് കിട്ടി 25 ആണ് മൊത്തമുള്ള നമ്പർ. 6 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ്, 30 ലാസ്റ്റ് നമ്പറാണ്. ചെയ്തു വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 450 കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം ഷുവറാണ് കേട്ടോ. കാറ്റഗറി 1നും കാറ്റഗറി 2നും എല്ലാം ഒരു നമ്പർ ചോദ്യമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ കാര്യം കൂടി ഓർത്തിരിക്കണം. ഒരു കോമൺ മെത്തേഡ് പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പഠനോപകരണങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. 59ാമത്തെ. ഓക്കെ, പഠനോപകരണങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത, വിച്ച് ഈസ് നോട്ട് അബൌട്ട് ടീച്ചിങ് കേട്ടോ. അല്ലാത്തതാണ് വേണ്ടത്. ആണെന്നോർത്ത് ചാടിക്കറി കറപ്പിക്കല്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്നാൽ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. നോക്കിയേ, ശരിയല്ലാത്തതാണ് വേണ്ടത്. പഠന ഉപകരണങ്ങൾ, അതായത് നമ്മുടെ ടീച്ചിങ് മെറ്റീരിയൽ കേട്ടോ. TLM, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലിനെ സംബന്ധിച്ച്
ശരിയല്ലാത്ത പ്രസ്താവന. നോക്കിയേ, കണ്ടും കേട്ടും ചെയ്തും പഠിക്കാനുള്ള അവസരങ്ങൾ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നു. ശരിയല്ലേ? പഠനോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ കണ്ടു പഠിക്കാനും കേട്ടു പഠിക്കാനും ചെയ്തു പഠിക്കാനും അവസരം കിട്ടും. കറക്റ്റാണ് പറഞ്ഞത്. ഇനി അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ രൂപീകരിക്കാൻ സാധിക്കുന്നു. അമൂർത്തം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത അല്ലെങ്കിൽ കട്ടിയുള്ള കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആരെ? ടി.ജി. മാനുവലിനെ. കറക്റ്റ് അല്ലേ? അതായത് ഇപ്പോൾ ഒരു അബാക്കസ് ഉണ്ടെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും പ്ലേസ് വാല്യൂ ഒക്കെ പഠിക്കാൻ എളുപ്പമല്ലേ? നമ്മൾ സാധാരണ 1, 10, 100 എന്ന് പറയുന്നതിൽ ഏറ്റവും എളുപ്പം അല്ലേ അബാക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ. അപ്പം അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ രൂപീകരിക്കാൻ നമ്മുടെ ടി.എൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതും കറക്റ്റാണ്. ഇനി നേടിയ ആശയങ്ങൾ ഉറപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതും കറക്റ്റാണ്. ഇപ്പം നമ്മൾ കാണിച്ചില്ല നമ്മുടെ ജെ-ഫ്രാക്ഷൻ ലാബൊക്കെ. അതൊരു ആശയം നമുക്കറിയാം, അത് നമുക്ക് കൂടുതൽ ഉറപ്പിക്കാനായിട്ട് നമുക്ക് അതുപോലുള്ള ടി.എൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതും കറക്റ്റാണ്. പിന്നെ പോയിട്ട് തെറ്റാരേ കാണത്തുള്ളൂ, താഴെയുള്ളതായിരിക്കും. നോക്കിയേ, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളിൽ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് മാത്രം മതിയാവും. ശരിയാണോ പറഞ്ഞത്? പിന്നോക്കക്കാരായ കുട്ടികൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പക്ഷേ ബാക്കിയുള്ള സാധാരണ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ കൂടിയേ പഠിപ്പിക്കാവൂ കേട്ടോ. സോ 2 കൂട്ടർക്കും അത് ബാധകമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ തെറ്റിയായിട്ടുള്ള പ്രസ്താവന. നമ്മുടെ ഉത്തരത്തിലെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ പഠന നേട്ടങ്ങളെ സവിശേഷതല്ലാത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കേട്ടോ. എടുത്ത് നോക്കിയോ, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, തെരുതരെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ സെയിം ക്വസ്റ്റ്യൻ. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നതാന്ന് തോന്നുന്നു. എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. പഠന നേട്ടങ്ങളെ സംബന്ധിച്ച്. പഠന നേട്ടം ലേണിംഗ് ഔട്ട്കം. പഠന നേട്ടങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. ശരിയല്ലേ? നമുക്ക് നിരീക്ഷിക്കാം എത്രമാത്രം കുട്ടികൾ എന്ത് ചെയ്തു, നേടിയെടുത്തു, അല്ലെങ്കിൽ എത്രമാത്രം കുട്ടികൾക്ക് മനസ്സിലായി എന്ന് നമുക്ക് നിരീക്ഷിക്കാം, ഒബ്സർവ് ചെയ്യാം. കറക്റ്റാണ് പറഞ്ഞത്. ശരിയല്ലാത്ത കേട്ടോ വേണ്ടത്. ഇനിയും ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ പഠന നേട്ടങ്ങൾ കൈവരിക്കാമെന്ന്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ഷോർട്ട്, ദീർഘം എന്ന് പറഞ്ഞാൽ ലോങ്. അപ്പോൾ ചെറിയ കാലയളവിലും വലിയ കാലയളവിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠന നേട്ടങ്ങൾ കൈവരിക്കാം അല്ലേ? ഇപ്പോൾ ചെറിയ കാലയളവിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഒരക്ക സംഖ്യകളുടെ അഡീഷൻ. ശരിയല്ലേ? ഇനി വലിയ ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് 5 അക്ക സംഖ്യ 6 അക്ക സംഖ്യയുടെയൊക്കെ അഡീഷൻ അല്ലേ? അതൊരു ദീർഘമായിട്ടുള്ളൊരു ഇതാ വരും, ശിഷ്ടം വരും, അതിനെടുത്ത് മുകളിൽ എഴുതണം. ഇങ്ങനെ പല മെത്തേഡും അതിനകത്തുണ്ട്. അപ്പോൾ ഒരു ദീർഘകാലത്തിലുള്ള പഠന നേട്ടമാണ്. അപ്പോൾ അതും പറഞ്ഞ് ശരിയാണ്. അടുത്ത, പഠന നേട്ടങ്ങൾ അളക്കാവുന്നതാണ്. ലേണിംഗ് ഔട്ടന്മാർ മെഷറബിൾ ഇല്ലേ? അവർ എത്രമാത്രം പഠിച്ചു എന്ന് നമുക്ക് അളക്കാം. ഒരു എക്സാമോ അല്ലെങ്കിൽ ഒരു ഒരു ഇവാലുവേഷൻ ടൂളോ നമുക്ക് ഉപയോഗിച്ചാൽ, ഒരു യൂണിറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒന്ന് ചോദ്യം ചോദിച്ചാലോ മതി, നമുക്ക് അവരെ അളക്കാൻ പറ്റും. സോ അതും കറക്റ്റാണ്. അടുത്തത്, എല്ലാ ക്ലാസ്സുകളിലും ഒരേ പഠന നേട്ടങ്ങളുള്ളത് ആണോ? 1-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒരേ പഠന നേട്ടമാണോ ഉള്ളത്? അല്ല കണ്ടോ, തെറ്റാണത്. സോ ഇതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള പോയിന്റ്. 1-ലും 10-ലും ഒരേ ഇതല്ല കണ്ടോ. സിമ്പിളായിട്ട് മനസ്സിലായിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ല 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ഒരേ പഠന നേട്ടമാണോ ഉള്ളത്? അല്ല. ആ കാര്യം ഓർത്തിരിക്കണം കേട്ടോ. ഇതിനെ നമ്മൾ സ്മാർട്ട് എന്ന് പറയും കേട്ടോ. SMART കേട്ടോ. അതായത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം കേട്ടോ. സ്മാർട്ട് എന്ന് പറയും കേട്ടോ. ഉണ്ട് ഒബ്സർവേഡ്, ടൈം ഉണ്ട് ഇവിടെ പറയുന്നുണ്ട്, മെഷറബിൾ ഉണ്ട്. ഇത് സ്മാർട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു പഠനമായിട്ട് സ്മാർട്ട് ആയിരിക്കണമെന്ന് പറയും കേട്ടോ. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പറ്റാവുന്നതായിരിക്കണം, 6 നമ്മൾക്ക് റീച്ച് ചെയ്യാൻ പറ്റണം, ടൈം ബൗണ്ട് ഒരു കൃത്യ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്നതായിരിക്കണം കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ റിസർച്ചബിൾ, അതായത് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് മുൻപോട്ട് പഠിക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ത്വര ഉയർത്തുന്നതായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് സ്മാർട്ട് എല്ലോ എന്ന് പറയുന്നത് കേട്ടോ. സ്മാർട്ട് എല്ലോ എന്നാണ് സാധാരണ പറയുന്നത്. ഇത് സ്മാർട്ട് ലേണിംഗ് ഔട്ട്കം കേട്ടോ. അതിൻ്റെ പ്രത്യേകതകളാണ് സ്മാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കുക. സോ ഇതാണ് നമ്മുടെ ഗണിതത്തിലെ 6 ക്വസ്റ്റ്യൻ. നോക്കിയേ, എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളാണ് അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ ഇതിനകത്തുള്ളത്. പ്രശ്നം എന്താ? നമുക്കറിയാവുന്ന അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം ഒന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഇട്ടു, അതേ ഉള്ളൂ കുഴപ്പം. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു അധ്യാപകനും അധ്യാപികയ്ക്കും കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പരീക്ഷയല്ലേ ഇത്, ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ? സോ അതിൻ്റെ നിലവാരം ഇത് കാണിക്കുന്നതാണ് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, വർക്കൗട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്രൂപ്പിൽ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസിൻ്റെ വീഡിയോ വരും, കാണണം കേട്ടോ. സമയം എടുത്ത് കാണണം. കയ്യിലുള്ള മാർക്ക് ഈ മാത്സിൻ്റെ ഒക്കെ വേറെ സബ്ജക്റ്റ് പോലെ വേറെ വഴിക്കോട്ട് നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കയ്യിലുള്ള മാർക്കാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്ന മാർക്കാണ്. സോ അത് മാക്സിമം എന്ത് ചെയ്യണം, പിടിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. സോ ഇതാണ് നമ്മുടെ മാത്സിൻ്റെ സയൻസിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് അനിൽ ടീച്ചർ മുന്നിൽ വരും കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി കാറ്റഗറി 2-ൻ്റെ കാറ്റഗറി 1-ൻ്റെ തന്നെ മാത്സല്ലോ ഇംഗ്ലീഷും മലയാളം ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്, അത് ചെയ്യണം. അത് നമുക്ക് ശനിയാഴ്ചയോട് ഡിസ്കസ് ചെയ്യാം. പിന്നെ കാറ്റഗറി 2 കിടക്കുന്നു, അതും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം